ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ഷഫീഖ് പുൽപ്പാട്. ഞാൻ മലബാർ പോളിടെക്നിക് കോളേജിലെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ലെക്ചറാണ്. ഓട്ടോമൊബൈലിലെ 6ാമത്തെ സെമസ്റ്റർ വിദ്യാർത്ഥികൾ ഈ പ്രാവശ്യം ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന അവരുടെ ബോർഡ് എക്സാമാണ് വെഹിക്കിൾ ബോഡി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. 6051C എന്ന് പറയുന്ന നമ്പറിലുള്ള VBE. ഇതിൽ 21 റിവിഷൻ ആദ്യമായിട്ടാണ് ഈ സബ്ജക്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ ഒന്നും നമുക്ക് നിലവിൽ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. എന്തായാലും നമുക്ക് സിലബസ് ബേസ് ചെയ്തുകൊണ്ട് ഇതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലുള്ള നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 4 മൊഡ്യൂൾസാണ് ഇതിലുള്ളത്. അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു ധാരണ തന്നുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കാർ ബോഡി കമ്പോണൻസ്, വേരിയസ് കാർ ബോഡി കമ്പോണൻസ്, അത് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് അതിൽ ചെയ്യുന്നത്. അതിൽ തന്നെ വിൻഡോ ആക്ച്വേറ്റിംഗ് മെക്കാനിസവും അതേപോലെ ഡോർ ലോക്സ് കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ വെഹിക്കിൾ ബോഡി മെറ്റീരിയൽസിനെ കുറിച്ചാണ് കുറച്ചും കൂടി അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതേപോലെ വ്യത്യസ്ത ബസ് ബോഡികളെ കുറിച്ചിട്ട് അതിൽ പറയുന്നുണ്ട്. പിന്നെ LCV, HCV, ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനെ കുറിച്ചിട്ട് അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തേതിൽ പറയുമ്പോൾ കുറച്ചും കൂടി ആയിട്ടുള്ള ടൂൾസുകളെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഉപയോഗിക്കുന്ന ബോഡി വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ടൂൾസിനെ കുറിച്ചിട്ടാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അതിൽ തന്നെ ഹാൻഡ് ടൂൾസും പവർ ടൂൾസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെ വ്യത്യസ്ത കമ്പോണൻസ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യാം, അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ മൊഡ്യൂളിൽ പറയുന്നുണ്ട്. നാലാമത്തെ മൊഡ്യൂളിലാണെങ്കിൽ കംപ്ലീറ്റ്ലി പെയിൻറ്റിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് പെയിൻറ്റിങ് ചെയ്യുന്നത്, എന്തൊക്കെ ടൂൾസാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, എത്ര ടൈപ്സ് ഉണ്ട്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ പെയിൻറ്റ് ബൂത്തിൻ്റെ കൺസ്ട്രക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ മെറ്റീരിയൽ നമുക്ക് ഒട്ടുമിക്ക ആളുകൾക്കും മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽ ഇതിൻ്റെ അടിയിൽ ലിങ്കിൽ ഞാൻ നമ്മളുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും അത് കിട്ടാനോ കാണാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ശരി, അപ്പോൾ ഏകദേശം നമുക്ക് എല്ലാ സിലബസ് കണ്ടന്റുകളും ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രധാനമെന്ന് എനിക്ക് തോന്നിയ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള PDF ആണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൃത്യമായിട്ട് ഒരു തവണയെങ്കിലും വായിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നില്ല. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതിൽ ഹുഡിൻ്റെ ഫങ്ഷൻ എന്താണ്, ഓക്കെ, ഹുഡ് പറഞ്ഞാൽ നമ്മൾ ബോണറ്റാണ്. 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് ഏത് ഭാഗത്തു നിന്നും വരാൻ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 7 മാർക്കിൻ്റെ ഒരു ചോദ്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ 3 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനോ ഉള്ള ചോദ്യങ്ങൾ ആ പറഞ്ഞ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം ഓരോ കാറുകളുടെ കമ്പോണൻസ് എന്താണ്, എന്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയുന്ന കമ്പോണൻസ് തന്നെ ചോദിക്കുകയുള്ളൂ. പുറമേ കാണുന്ന നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കമ്പോണൻസ് തന്നെയാണ് നമുക്ക് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ 1 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെ പോയാലും മാക്സിമം അതിൽ 2 സെൻറ്റൻസ് മതി. ഓക്കെ, അതിനപ്പുറത്തേക്ക് ഒരുപാട് വാരി വലിച്ച് എഴുതരുത് 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ. ചിലപ്പോൾ മിക്കവാറും അല്ലെങ്കിൽ ഒരു 1 വേർഡ് ആൻസറാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 വേർഡ് മാത്രം കൊടുത്താൽ മതി. അതിന് വേണ്ടി ഒരു പാരഗ്രാഫ് ഒന്നും എഴുതി സമയം ചിലവഴിക്കരുത്. പിന്നെ ഈ 5ാമത്തെ ചോദ്യം കണ്ടോ, ലിസ്റ്റ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ് ആക്കിയിട്ട് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഒരുപാട് പാരഗ്രാഫിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒരു 2 തവണ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക, എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ വാക്കുകൾ ഒരു കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി അതിലുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ പോകരുത്. അപ്പോൾ റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫംഗ്ഷൻ, വൈപ്പറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഡിഫൈൻ ദ പർപ്പസ്. ക്വസ്റ്റ്യനിലുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. വാട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ കണ്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റ് പറഞ്ഞിട്ട് ചോദിക്കാം. റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ ഡിഫൈൻ ദ പർപ്പസ് ഓഫ് ക്വാർട്ടർ പാനലിൻ്റെ പർപ്പസ് എന്താണ്. അങ്ങനെ ഓരോ ചോദ്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ചോദ്യങ്ങൾ മാറിയാലും എന്താണ്
അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ഓരോ 3 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഓരോ കാർ ബോഡിയുടെ കമ്പോണൻറ്റ് തന്നിട്ട് ഇതിൻ്റെ പർപ്പസ് എന്താണ്, ഇത് എന്ത് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നീടുള്ളത് ഒരു 7 മാർക്കിന് നമ്മൾ സിലബസ് പ്രകാരം പറഞ്ഞിട്ടുള്ളതാണ് വേരിയസ് ബോഡി കമ്പോണൻസ്. കാറിൻ്റെ ബോഡിയുടെ കമ്പോണൻസ് ഏതൊക്കെയാണ് അതിൻ്റെ കമ്പോണൻസ് എന്നുള്ളത്. ഞാനിതിൽ ഒരുപാട് കമ്പോണൻസ്, ഏകദേശം ഒരു 10-ഓളം കമ്പോണൻസ് ഞാൻ ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം എഴുതേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഈ ചോദ്യം ശ്രദ്ധിച്ചോ, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ലിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനെക്കുറിച്ചൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ വേണമെന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊരു 4-5 കമ്പോണൻസ് എഴുതുക. ഒരുപാട് പേജുകൾ നിറച്ച് ഒരുപാട് എഴുതിയിട്ട് കൂടുതൽ മാർക്കൊന്നും നമുക്ക് കിട്ടാൻ, നമുക്ക് ഒരു 7 മാർക്ക് തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാൻ പോകുന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ കാറിൻ്റെ ഇനിയിപ്പോൾ 10 അല്ല 20 അല്ല 30 കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് സുഖമായിട്ട് നമുക്ക് എഴുതാം. ഹെഡ്ലൈറ്റ്, വൈപ്പർ, ഫ്രെയിം, ബോഡി കമ്പോണൻസ്, ഡോറ്, വിൻഡോസ്, ഹുഡ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ ഹുഡ് എന്നുള്ളത് നമ്മൾ സാധാരണ ബോണറ്റിൻ്റെ പറഞ്ഞ പേരാണ്. ആ എഞ്ചിൻ്റെ മുകളിലുള്ള കവറിന് നമ്മൾ സാധാരണ ബോണറ്റ് എന്ന് പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് ഹുഡാണ്. ശരി, ട്രങ്ക്. ഓക്കെ, ട്രങ്ക് നമ്മൾ സാധാരണ നമ്മൾ ഡിക്കി എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഡിക്കിക്ക് നമ്മൾ ശരിക്കും അതിനെ പറയുന്ന പേര് പറഞ്ഞാൽ ട്രങ്ക് എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ, ബമ്പർ എന്താണ്, ഫെൻഡർ എന്താണ്, ലൈറ്റ്, മിറേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എത്ര ചോദിച്ചാലും എഴുതാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 7 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന വേറൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് കാർ ബോഡി. അതായത് ഒരു കാറിൻ്റെ ബോഡിയുടെ ആവശ്യകത എന്താണ്, പർപ്പസ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാമെങ്കിലും നമുക്ക് അറിയുന്ന ഉത്തരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക, അത് ഈ ഉത്തരക്കടലാസ് നോക്കുന്ന ആൾ മാർക്ക് തരാൻ അയാൾക്ക് തോന്നണം. അതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് കുറേ ഇത് അറിയും, നിങ്ങൾക്ക് ചെയ്യാനറിയും, ഇതിൻ്റെ എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് കുറേ ചെയ്യാനറിയും എന്നുള്ള കാര്യങ്ങളിൽ ഇവിടെ അതിനൊരു പ്രാധാന്യമില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. പരമാവധി പോയിന്റ് ഔട്ട് ആയിട്ട് എഴുതുക. ഒരുപാട് വാരി വലിച്ച് എഴുതുന്നതിന് പകരം പോയിന്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നോക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഉത്തരം അറിയാമെന്നുള്ള കാര്യം നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ഏകദേശം ഒരു 5ഓളം പോയിന്റുകൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? പ്രൊവൈഡ് സേഫ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെൻറ്റ് ഫോർ പാസഞ്ചേഴ്സ് ആൻഡ് കാർഗോ. പാസഞ്ചേഴ്സിനും കാർഗോ നമ്മളെ ഓരോ അതിലുള്ള സാധനങ്ങൾക്കും എല്ലാവർക്കും ഒരു സേഫ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. പിന്നെ രണ്ടാമത് എന്താണ്, നമ്മളെ മെക്കാനിക്കൽ കമ്പോണൻസ്, കാറിൻ്റെ മെക്കാനിക്കൽ കമ്പോണൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ടും അതൊക്കെ കാറിൻ്റെ ബോഡിയുടെ പർപ്പസ് തന്നെയാണ്. പിന്നെ മീറ്റ് എയറോഡൈനാമിക്സ് റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അതായത് നമ്മുടെ കാറിൻ്റെ എയറോഡൈനാമിക്സിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ബോഡി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും അതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി നന്നായിട്ട് കൂട്ടാനൊക്കെ ഈ പറഞ്ഞ കാറിൻ്റെ ബോഡിയുടെ ഡിസൈന് കാര്യങ്ങളെല്ലാം ഹെൽപ്ഫുള്ളാണ്. പിന്നെ പ്രധാനമായിട്ടുള്ള വേറെ സംഭവമാണ് കംപ്ലൈ വിത്ത് ഗവൺമെൻറ് സേഫ്റ്റി ആൻഡ് എമിഷൻ റെഗുലേഷൻസ്. ഇത് ഒരു കാർ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഒരു തരത്തിലും മറ്റൊരു ആളുകൾക്കോ മറ്റ് വാഹനങ്ങൾക്കോ ഒന്നും പ്രയാസമാവുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുന്ന രീതിയിലൊന്നും ആക്കാൻ പാടില്ല. അതിന് ഗവൺമെൻറ്റിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. ഇതെല്ലാം ഒത്തുപോകുന്നതായിരിക്കണം ഈ പറഞ്ഞ കാർ ബോഡികൾ. അപ്പോൾ അതൊക്കെ അതിൻ്റെ പർപ്പസ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ഏത് മാർക്കറ്റിൽ ഏത് കസ്റ്റമറിനെയാണ് അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കണം. അപ്പോൾ നമുക്ക് SUV-യുടെ ഒരു ബോഡി ടൈപ്പ് അല്ല സാധാ സെഡാനിന് വരുന്നത്. ഹാഷ് ബാക്കിൻ്റെ ബോഡി ടൈപ്പ് എടുത്തുകൊണ്ട് നമുക്കൊരു സ്പോർട്സ് കൂപ്പയിലോ അല്ലെങ്കിൽ മറ്റുള്ളതിലോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏത് സെഗ്മെൻറ്റിൽ ഏത് കസ്റ്റമറിനാണ് അത് പിച്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ബോഡിയുടെ പർപ്പസുകൾ വ്യത്യാസപ്പെടും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. നിങ്ങളിതൊന്ന് ഞാൻ ഈ PDF കാണിക്കുമ്പോൾ നിങ്ങൾക്കിത് ഒന്നുകിൽ പോസ് ചെയ്തിട്ട് വായിക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. ഞാൻ എല്ലാ പോയിൻറ്റ്സും ഞാൻ കടന്നു പോകുന്നില്ല, കാരണം ഇത് വളരെ തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അടുത്ത 12ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു പർപ്പസ് എന്താണെന്നുള്ളത്, അതേപോലെ തന്നെയാണ് റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളത്. നമുക്കൊരു കാർ ബോഡിയുടെ പർപ്പസ് പറഞ്ഞു. അപ്പോൾ ഈ കാർ ബോഡിക്ക് ഉണ്ടാവേണ്ട കുറച്ച് ഗുണങ്ങളുണ്ടല്ലോ. വെറുതെ നമ്മളിത് കുറച്ചൊക്കെ പറഞ്ഞു വെറുതെ നമ്മൾ ഇത് വേണം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടതുള്ളത്. അപ്പോൾ അതിൽ പോയിന്റ് ഔട്ട് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ ചെയ്യുക. അറിയാലോ, സ്ട്രെങ്ത് വേണം, സ്റ്റിഫ്നെസ് നല്ല സ്റ്റിഫായിരിക്കണം, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, അതേപോലെ കൊറോഷനെ റെസിസ്റ്റ് ചെയ്യണം,
പിന്നെ ഏത് വെതർ കണ്ടീഷനിലും അത് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കണം. ഇത് ഓരോന്നും നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാം. അതായത് സ്ട്രെങ്ത് ഉണ്ടാവണോ, അതായത് എന്തെങ്കിലും ഒരു ചെറിയ കൊളിഷനോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു കാറിന്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കി ആ ഷേപ്പിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഏത് ബോഡിയിലെ കാർ ഷേപ്പിലാണോ നമ്മൾ ഉണ്ടാക്കിയത് ആ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ആ ഷേപ്പിൽ നിന്ന് മാറാൻ പാടില്ല. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, കാരണം വെയിറ്റ് മാക്സിമം കൂടിക്കഴിഞ്ഞാൽ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഫ്യൂൽ എഫിഷ്യൻസി കുറയും, വെയിറ്റ് കുറവായിരിക്കണം. പിന്നെ കൊറോഷൻ റെസിസ്റ്റൻസ്, മഴ കൊള്ളുന്ന സാധനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ തുരുമ്പിച്ച് പോകാൻ പാടില്ല. പിന്നെ ഏത് വെതറിനെയും അത് എന്ത് ചെയ്യണം, ഒന്ന് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. മഴയായാലും മഞ്ഞായാലും കാറ്റായാലും ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. എയറോഡൈനാമിക് എഫിഷ്യൻസി വേണം. എയറോഡൈനാമിക് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ കാറ്റിനെ തുളഞ്ഞു പോകാനുള്ള കഴിവിനെയാണ് നമ്മൾ എയറോഡൈനാമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നല്ല എഫിഷ്യൻസി ആയിരിക്കണം, സേഫ് ആയിരിക്കണം, എസ്തെറ്റിക് ആയിരിക്കണം. എസ്തെറ്റിക് എന്താണ്, നമ്മളെ മലപ്പുറം ഭാഷയിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നല്ല ചൊറുക്കുണ്ടായിരിക്കണം. ഓക്കെ, കാണുമ്പോൾ നല്ലൊരു കണ്ണിന് കുളിർമ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ മാനുഫാക്ചറബിലിറ്റി, ഇത് നമുക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഇത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കിത് ഉണ്ടാക്കാൻ കഴിയണം. ഏറ്റവും ഹാർഡസ്റ്റ് എലമെന്റ് ആണ് ഡയമണ്ട് എന്ന് വിചാരിച്ച് ഡയമണ്ട് കൊണ്ട് നമുക്ക് കാർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പറ്റുന്ന മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഉണ്ടാക്കണം. പിന്നെ സർവീസബിലിറ്റി, ഇൻ കേസ് എന്തെങ്കിലും ഒക്കെ ഒരു ഡെൻഡോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നാൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന കോലത്തിലേക്ക് ആകണം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം കാറിന്റെ ബോഡി. ഇതെല്ലാം ഇതിന്റെ റിക്വയർമെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പോയിന്റുകളെല്ലാം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ ഉള്ളത് നമുക്ക് ഡിഫറെൻറ്റ് കാർ ബോഡീസ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെ, ഹാഷ് ബാക്ക് ഉണ്ട്, ലിമോസിൻ ഉണ്ട്, കൺവേർട്ടിബിൾ ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, 4 ഡോർ സെഡാൻ ഉണ്ട്, ഹാർഡ് ടോപ്പ് ഉണ്ട്, പിക്കപ്പ് ട്രക്ക്, വാന്. അത് 7 മാർക്കിന് ചോദിച്ചാലും അതിനെക്കുറിച്ചൊന്ന് എന്താണെന്നുള്ള ചെറിയൊരു ഫിഗർ വരക്കുക. അതിന് ചെറുത് തന്നെ സൈസിലല്ല, വളരെ റഫായിട്ട് പെൻസിൽ കൊണ്ട് ഒരു ഫിഗർ വരച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ട് എന്നുള്ളത് ഈ നോക്കുന്ന ആൾക്കും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതൊക്കെ. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കാറ്, ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. 4 ഡോർ സെഡാൻ ഉണ്ട്, ലിമോസിൻ ഉണ്ട്, പിന്നെ സ്പോർട്സ് കൂപ്പെ, എസ്റ്റേറ്റ് കാർ, കൺവേർട്ടിബിൾ. 5 ടൈപ്പുകൾ ഈ ചെറിയൊരു ഫിഗർ വരച്ചിട്ട് എഴുതിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം 7 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഇതിൽ ഒരുപാട് ചിത്രം വരച്ച് ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കരുത്. ഒരുപാട് സമയം ചിലവഴിക്കുന്നത് മണ്ടത്തരാണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ മാത്രം എഴുതാം. അപ്പോൾ ഇതിൽ ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ വിൻഡോ ആക്ച്വേറ്റിംഗ് മെക്കാനിസം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡോ ആക്ച്വേറ്റിംഗ് മെക്കാനിസം. നമ്മുടെ കാറിൻ്റെ ഡോറിൽ ആ വിൻഡോ ആക്ച്വേറ്റ് ചെയ്യുന്ന മെക്കാനിസംസ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു 7 മാർക്കിന് ചോദിച്ചാൽ ഒരുപാട് ടൈപ്സ്, ഞാനിതിൽ കുറേ ടൈപ്പുകൾ ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗുണകരമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും, എളുപ്പത്തിൽ ചിത്രം വരയ്ക്കാൻ പറ്റും എന്ന് തോന്നുന്ന ഒരു 4-5 ടൈപ്പുകൾ മാത്രം പഠിക്കുക, അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇതെല്ലാം എഴുതണമെന്നില്ല, ഇതെല്ലാം എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മൾ മാനുവൽ വിൻഡോ ക്രാങ്ക്, നമ്മളെ പഴയ വാഹനങ്ങളിലൊക്കെ കണ്ടില്ലേ, കൈകൊണ്ട് കറക്കി നമ്മൾ പൊക്കുന്ന സാധനം, അതാണ് മാനുവൽ വിൻഡോ ക്രാങ്ക് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പിൽ വരുന്നത്. സിസർ ടൈപ്പ് മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ മെക്കാനിസം, സിസർ എന്ന് പറഞ്ഞാൽ നമ്മൾ കത്രികയുടെ രൂപത്തിലാണ് അതിൻ്റെ ആക്ച്വലി മെക്കാനിസം ഉള്ളത്. അപ്പോൾ നമ്മൾ കത്രിക താഴെ ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നു, താഴേക്കും വരുന്നു. അപ്പോൾ ആ ഒരു മെക്കാനിസത്തിൽ വരുന്നതാണ് സിസർ ടൈപ്പ് മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ഇന്റർ കണക്ട് ആയിട്ടുള്ള 2 ആംസ് വന്നിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ ഫിഗർ നമുക്ക് സിമ്പിളായിട്ട് വരക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട്, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. കേബിൾ ഡ്രിവൺ മെക്കാനിസം, അതായത് നമ്മളെ വിൻഡോനെ മുകളിലേക്കും താഴത്തേക്കും വലിക്കാൻ വേണ്ടിയിട്ട് ഒരു കേബിൾ ഉണ്ടാവും. ഓക്കെ, ആ കേബിൾ മേ ബി മോട്ടോർ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുള്ളി വെച്ചിട്ടാണെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. ഇതിൽ പല മെക്കാനിസമും ഒബ്സലീറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ മെക്കാനിസംസ് ഒക്കെ ഇതിലുണ്ട്. പക്ഷെ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്കറിയാം, കാറുകളുടെ ഏറ്റവും ചെറിയ എന്താ പറയുക വേർഷൻ കാറുകളിൽ പോലും പവർ വിൻഡോസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് ആസ് എൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് അത് നിർബന്ധമാണ്. പിന്നെ റാക്ക് ആൻഡ് പിനിയൻ. ഓക്കെ, റാക്ക് ആൻഡ് പിനിയൻ നിങ്ങൾ ഈ സ്റ്റിയറിംഗിലൊക്കെ കേട്ടിട്ടുണ്ടാവും. റാക്ക് ഉണ്ടാവും, പിനിയൻ ഉണ്ടാവും. ഇത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ വിൻഡോയിനെ മുകളിലേക്കും താഴേക്കും മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാക്ക് ആൻഡ് പിനിയൻ മെക്കാനിസം ഉള്ളത്. പിന്നെ സിസർ കേബിൾ, ഡബിൾ ആം മെക്കാനിസം, ലീനിയർ ആക്ച്വേറ്റിംഗ് മെക്കാനിസം, ഹൈഡ്രോളിക് മെക്കാനിസം, ഇതെല്ലാം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തിയറി ആയിട്ട് നമുക്ക് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ന്യൂമാറ്റിക്, ഹൈഡ്രോളിക്, ന്യൂമാറ്റിക്, അതായത് ഏത് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഇത് വിൻഡോ ഉയർത്താനും താത്താനും ഉപയോഗിക്കുന്നത്, അതാണ് ഇതിലുള്ള വ്യത്യാസങ്ങൾ എന്ന് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിലൊരു 4-5 ടൈപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ച് മനസ്സിലാക്കുക, ഒന്ന് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ
കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ഇതിൽ വരുന്നത് ഓട്ടോമൊബൈൽ ഡോർ ലോക്കുകളാണ്. ഓക്കെ, ഇതും ഒരു 7 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഡോർ ലോക്കുകൾ ഇത് പക്ഷേ വളരെ എളുപ്പമാണ്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഡോർ ലോക്കുകൾ എത്ര ടൈപ്പ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ പേരുകൾ മാത്രം നോക്കാം. മാനുവൽ ഡോർ ലോക്ക്, പവർ ഡോർ ലോക്ക്, റിമോട്ട് കീലെസ് എൻട്രി, പാസീവ് കീലെസ് എൻട്രി ആൻഡ് ഫിംഗർ പ്രിൻറ്റ് ഡോർ ലോക്ക്. 5 പേരുകൾ അല്ലേ. മാനുവൽ ഡോർ ലോക്ക് പറയുമ്പോൾ നമ്മുടെ പഴയ മാരുതി 800 പോലെ ഓരോ ഡോറും നമ്മൾ സെപ്പറേറ്റ് മാനുവലി ലോക്ക് ചെയ്യണം. ആ ഒരു നോബ് ഉണ്ടാവും, ആ നോബ് അമർത്തി കഴിഞ്ഞാൽ ആ ഡോറ് മാത്രമേ ലോക്ക് ആവുള്ളൂ. നമ്മൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോറ് മാത്രം അൺലോക്ക് ആവും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. അത് നമുക്ക് കീലിനെ നമുക്ക് എന്ത് ചെയ്യാം, കീ ഉള്ളിലേക്ക് ഇട്ട് തിരിച്ചിട്ട് വേണം ലോക്ക് ചെയ്യാൻ. അതാണ് മാനുവൽ ഡോർ ലോക്ക് വരുന്നത്. പവർ ഡോർ ലോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇലക്ട്രിക് സ്വിച്ച് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അതായത് ആ ഡോറിൻ്റെ ബോഡിയുടെ ഉള്ളിൽ, കൺസോളിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഇലക്ട്രിക് സ്വിച്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ കീ വെച്ചിട്ടൊക്കെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ചില കാറുകൾക്ക് ശ്രദ്ധിച്ചില്ലേ, നമ്മളെ ഡ്രൈവർ സൈഡ് ഡോറിൻ്റെ അവിടെ നമ്മൾ കീ വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 ഡോറും ഒരുമിച്ച് ലോക്കാവും. കാരണം അതെല്ലാം ഒരു ഇലക്ട്രിക് സ്വിച്ച് ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, ഡ്രൈവർ സൈഡിൻ്റെ അവിടെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 ഡോറും ഒരുമിച്ച് അൺലോക്ക് ആവും. അതിനെയാണ് പവർ ഡോർ ലോക്ക് എന്ന് പറയുന്നത്. പവർ ഡോർ ലോക്ക്, അതായത് ഒരു ഇലക്ട്രിക് സ്വിച്ച് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാൽ റിമോട്ട് കീലെസ് എൻട്രി ആണെങ്കിൽ എങ്ങനെയാണ്? റിമോട്ട് കീലെസ് എൻട്രി എന്ന് പറയുന്നത് ആക്ച്വലി ഈ പവർ സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ പവർ ഇതുണ്ടല്ലോ, എന്താണ് പവർ ഡോർ ലോക്കും ഒരു റിമോട്ടുമായിട്ട് ക്ലബ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കീയിൽ റിമോട്ട് ഉണ്ടാവും, നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഡോറും അൺലോക്ക് ആവും. നേരെ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ആവും. ഓക്കെ, അപ്പോൾ നമ്മളെ കീയിലൊരു ട്രാൻസ്മിറ്റർ ഉണ്ടാവും, എമിറ്റർ, അതിൽ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ കൊടുക്കുന്ന ഈ റേഡിയോ ഫ്രീക്വൻസി റിസീവ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, നമ്മളെ ഡോർ ലോക്ക് വർക്ക് ചെയ്യുന്നത്. പിന്നെ പാസീവ് കീലെസ് എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷറി കാറുകളിലൊക്കെ, ഇപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് മിക്ക കാറുകളിലും വരുന്നുണ്ട്. അൺലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പോക്കറ്റിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ അടുത്തുണ്ടാവുമ്പോൾ, ആ കീ അടുത്തുണ്ടാവുമ്പോൾ കാർ അത് സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കാറിനെ അൺലോക്ക് ചെയ്യും. പിന്നെ ഫിംഗർ പ്രിൻറ്റ് ഡോർ ലോക്ക്, പിന്നെ അങ്ങനെ അത്ര കോമൺ ആയിട്ട് കാണാത്തൊരു സംഭവമാണ്. ഡോർ ലോക്ക് ഫിംഗർ പ്രിൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് വ്യത്യസ്ത കാർ ബോഡി കമ്പോണൻസ് ആണ്. കാർ ബോഡിയുടെ വ്യത്യസ്ത കമ്പോണൻസ്. അപ്പോൾ ഇതൊരു ചോദ്യം 7 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ അറിയുന്നത് ഫുള്ള് കൊണ്ടുപോയി എഴുതാൻ നിൽക്കേണ്ട. ഒരു മാക്സിമം ഒരു 5, 6, 7 കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ട് അറിയുന്ന കുറച്ച് പോയിന്റ്സുകൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. അപ്പോൾ ഞാനിതിൽ ഒരുപാട് പോയിന്റ്സുകൾ, ഒരുപാട് ബോഡി കമ്പോണൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു സൗകര്യം പോലെ അതിൽ ഏത് വേണേനെ കുറിച്ചും എഴുതാം. ജസ്റ്റ് ഈ കാർ വരക്കണമെന്ന് ആവശ്യമൊന്നുമില്ല, പേര് എഴുതുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രം എഴുതാം. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ബോഡി ഡാമേജുകളുടെ ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെ ടൈപ്പ് ബോഡി ഡാമേജസ് ഉണ്ട്? അപ്പോൾ ഇതൊരു 7 മാർക്ക് നമുക്ക് ചോദിക്കാം. ഇത് ചോദിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വാരി വലിച്ചതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, പോയിൻ്റായിട്ട് എഴുതുക. അപ്പോൾ ഞാനിതിൽ ഏകദേശം 1, 2, 3, 4, 5, 6 ഒരു 6 ബോഡിയുടെ ഡാമേജസിൻ്റെ പേര് എഴുതി അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് നോക്കാം, മൈനർ ഡെൻറ്റ് ആൻഡ് സ്ക്രാച്ചസ്. ചെറിയ സ്ക്രാച്ചസോ അല്ലെങ്കിൽ ചെറിയ ഡെൻറ്റുകളോ. ഓക്കെ, ഇത് സാധാരണ വരുന്നത് ചെറിയ ഇമ്പാക്റ്റ് മൂലം അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് മൂലം ഒക്കെ സംഭവിക്കുന്നതാണ് ഈ മൈനർ ഡെൻറ്റ്. ഇപ്പോൾ നമ്മൾ അറിയാതെ തിരിച്ച് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ബാക്കിലും ജസ്റ്റ് ഇങ്ങനെ ചാരി അവിടെ പെയിൻറ്റ് പോകുന്ന ചെറിയ വർക്കുകൾ ഉണ്ടല്ലോ, ഇതിനൊക്കെയാണ് നമ്മൾ ഈ മൈനർ ഡെൻറ്റ് സ്ക്രാച്ചസിലൊക്കെ പെടുക. ഓക്കെ, സാധാരണ ഒരു ബോഡി ഫില്ലറോ അല്ലെങ്കിൽ ഒരു പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി തീർക്കാൻ പറ്റും. നമുക്ക് ചെറിയൊരു ടച്ചപ്പ് എടുത്തിയാൽ മതി. അങ്ങനത്തെ ഒക്കെ മൈനർ ഡെൻറ്റ് ആൻഡ് സ്ക്രാച്ചസിലൊക്കെ പെടും. രണ്ടാമത് ഡിങ്സ് ആൻഡ് ക്രീസസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ മൈനർ ഡെൻറ്റിനേക്കാളും കുറച്ചുകൂടി ഒന്ന് ആഴമുണ്ടാവും, അതായത് കുറച്ചൊരു ഷാർപ്പായിട്ടുള്ള കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് സാധാരണ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഒന്ന് ചെറിയൊരു ബോഡി വർക്ക്ഷോപ്പിലൊക്കെ പോയി ഒന്ന് തട്ടി ഒന്ന് പുറത്തേക്ക് ആക്കി ചിലപ്പോൾ ഒന്ന് പുട്ടിയടിക്കുകയാണെങ്കിൽ പുട്ടിയടിച്ച് അങ്ങനെ ചെറിയൊരു പണിയെടുത്ത് കണ്ട് എന്ത് ചെയ്യണം, ശരിയാക്കണം. അതാണ് ഈ ഡിങ്സ് ആൻഡ് ക്രീസസിൽ വരുന്നത്. അടുത്ത് വരുന്നതാണ് റസ്റ്റ്, തുരുമ്പിടിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ മെറ്റൽ പാർട്സ് ഈ വെള്ളവുമായിട്ട് ചേർന്ന് അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിൻ്റെ കണികളുമായിട്ട് ചേർന്നിട്ട് തുരുമ്പിടിക്കുന്ന അവസ്ഥയാണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഹെയിൽ ഡാമേജ് ഇപ്പം സാധാരണ നമ്മൾ ആലിപ്പഴം വീഴുക എന്നൊക്കെ പറയില്ലേ,
അപ്പോൾ അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇപ്പോൾ ഐസൊക്കെ മുകളിൽ നിന്ന് നമ്മൾ വണ്ടിയിൽ വീഴുമ്പോൾ ഗ്ലാസ് പൊട്ടിയോ അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ കുഴികളൊക്കെ ഉണ്ടാവുക, ഇതൊക്കെ വരുന്നത് ഹെയിൽ ഡാമേജസിലാണ് വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ക്രാക്കുകളോ സ്ക്രാച്ചുകളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒക്കെ ഹെയിൽ ഡാമേജ് വരും. വാൻഡലിസം എന്ന് പറയുന്നത് മനഃപൂർവ്വം ഒരാൾ മറ്റൊരാളെ വാഹനത്തിൽ പ്രയാസങ്ങളോ മീൻ ഡാമേജ് ഉണ്ടാക്കുന്നതിനാണ്. നമ്മൾ താക്കോലൊക്കെ വെച്ച് നമ്മളെന്നല്ല ഉദ്ദേശിച്ചത്, ചില വ്യക്തികൾ താക്കോൽ വെച്ചിട്ട് വേറെ വണ്ടിയിൽ പോറലുണ്ടാക്കുമല്ലോ, സ്ക്രാച്ച് ഉണ്ടാക്കൂലേ, അതെല്ലാം വാൻഡലിസത്തിൽ പെടുന്നതാണ്. മനഃപൂർവ്വമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുന്നത്, ഇൻറ്റൻഷണൽ ഡാമേജ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ വാൻഡലിസത്തിൽ പെടുന്നതാണ്. പിന്നുള്ളതാണ് കൊളിഷൻ ഡാമേജ്. അതായത് ഒരു വാഹനം മറ്റൊരു വസ്തുവുമായിട്ടോ വേറൊരു വാഹനവുമായിട്ടോ ഇടിച്ചിട്ട് ഉണ്ടാകുന്ന ഡാമേജുകൾ. കൊളിഷൻ ഡാമേജ് കുറച്ചും പാടിയും ഒരു മേജർ റിപ്പയർ വർക്കിലേക്ക് പോകുന്നതാണ് കൊളിഷൻ ഡാമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ്, നമ്മുടെ വാഹനത്തിൻ്റെ ബോഡി ഡാമേജുകളുടെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ 7 മാർക്കിന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നുള്ളത് ഇതിൻ്റെ ബോഡി ഫില്ലേഴ്സും അതിൻ്റെ യൂസസ് അപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ പുട്ടിയിടുക എന്ന് പറയില്ലേ, അതിൻ്റെ ടൈപ്സ്. അതിൻ്റെ യൂസസ് എന്താണ്, നമ്മൾ ഡെൻറ്റുകൾ ഫില്ല് ചെയ്യാനും അല്ലെങ്കിൽ സ്ക്രാച്ചുകളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉള്ളത്. അതേപോലെ ക്രാക്കുകൾ പൊട്ടലും അതേപോലെ ഹോൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടക്കാനൊക്കെ നമുക്ക് ഫില്ലേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ 2 പാനൽസ് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ തൂക്കാനൊക്കെ ഉപയോഗിക്കാം. അതേപോലെ റീസ്റ്റോറിങ് കോണ്ടൂഴ്സ്, ഇങ്ങനെ പൊന്തിച്ച് താഴ്ചയുള്ള സ്ഥലങ്ങൾ ഏരിയാസൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ബോഡി ഫില്ലേഴ്സ് ഉപയോഗിക്കാം. ഇതൊക്കെ അതിൻ്റെ യൂസസ് ആണ്. അപ്പോൾ എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 7 മാർക്കിന് ചോദിച്ചാൽ തന്നെ ഇതിൻ്റെ ക്ലിയർ കട്ടായിട്ടുള്ള പേരുകൾ നമ്മൾ പഠിച്ചു വെക്കുക. പോളിസ്റ്റർ റെസിൻ, അതേപോലെ തന്നെ മെറ്റൽ ഫിൽഡ് ബോഡി ഫില്ലേഴ്സ്, ഹൈ ബിൽഡ് ഫില്ലേഴ്സ്. ഓക്കെ. ഇതൊന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. അപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ബോഡി ഫില്ലേഴ്സ് അപ്ലൈ ചെയ്യാം. 7 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ സർഫസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. അത് ഒന്ന് തുടച്ച് കാര്യങ്ങൾ ക്ലീൻ ആക്കി സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് എല്ലാം റെഡി ആക്കണം. പിന്നെ ഇത് ഈ ബോഡി ഫില്ലേഴ്സ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. ദെൻ എന്തെങ്കിലും ഷേപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് സ്മൂത്ത് ആക്കിയിട്ട് വെക്കണം. ഉണങ്ങാൻ വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം പ്രൈമർ അടിക്കണം. പ്രൈമർ അടിച്ചതിന് ശേഷം പെയിൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനിയുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓട്ടോമൊബൈൽ ഡോറുകളാണ്, കാറിൻ്റെ ഡോറുകൾ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ പേരുകൾ നമുക്ക് പഠിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാത്ത ചിലപ്പോൾ പേരുകൾ ഉണ്ടാവും. മിക്കതും ഈ കൺസെപ്റ്റ് കാറുകളാണ്. നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കൺവെൻഷണൽ കാറുകൾ, അല്ലെങ്കിൽ കൺവെൻഷണൽ ഡോറ്, സ്ലൈഡിങ് ഡോറ്, ഇതെല്ലാം നമുക്ക് പരിചയമുള്ള ഡോറുകളാണ്. ഇനി പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ. ഡൈഹൈഡ്രൽ ഡോറ്, സ്വാൻ ഡോറ്, ബട്ടർഫ്ലൈ ഡോറ്, ഗൾവിങ്, കനോപ്പി, ഫ്രണ്ട് ഹിഞ്ചഡ്, സൂയിസൈഡ് ഡോറ്. ഓക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ധാരണ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, വായിക്കുക. PDF ഒന്ന് വായിച്ചിട്ട് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ കൂടുതലായിട്ടും ബസ് ബോഡി, അതേപോലെ വ്യത്യസ്ത ബോഡി ടൈപ്പുകൾ, ഇതെല്ലാമാണ് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ടൈപ്പുകളുണ്ട്, ഏതൊക്കെ ടൈപ്പുകളുണ്ട് എന്നൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബസ്സുകൾ. അതായത് ചോദ്യം നോക്ക്, ക്ലാസിഫൈ ലേ ഔട്ട് ഓഫ് ബസ് അക്കോർഡിംഗ് ടു ദെയർ എൻജിൻ ലൊക്കേഷൻ. എൻജിൻ ലൊക്കേഷൻ ആസ്പദമാക്കിയിട്ട് ബസ്സിൻ്റെ ലേ ഔട്ടുകളെ എങ്ങനെ തരംതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമ്മൾ ലേ ഔട്ട് ഓഫ് ബസ് കാണുമ്പോൾ തന്നെ ബസ്സുകളുടെ ഒരുപാട് ടൈപ്പുകളുണ്ട്. അപ്പോൾ ചാടി കയറി ഉത്തരം എഴുതുന്നതിന് പകരം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്നുള്ളത് നമ്മൾ വായിക്കണം. ഒരു പക്ഷേ ഇത് 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ടൈപ്പുകളെ എല്ലാവരും ക്ലബ് ചെയ്ത് ചിലപ്പോൾ 7 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഞാൻ 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ, അത് എൻജിൻ ലൊക്കേഷനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കുക പറയുന്നത് റിയർ മൗണ്ടഡ്. ഓക്കെ. റിയർ മൗണ്ടഡ്, ബാക്കിൽ ബസ്സിൻ്റെ ബാക്കിലാണ് എൻജിൻ വെച്ചിട്ടുള്ളത്. മിഡ് മൗണ്ടഡ്, ബസ്സിൻ്റെ നടുഭാഗത്താണ് എൻജിൻ വെച്ചിട്ടുള്ളത്. ഫ്രണ്ട് മൗണ്ടഡ്, ബസ്സിൻ്റെ മുൻഭാഗത്താണ് എൻജിനുള്ളത്. അപ്പോൾ ഇത് എവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന് അനുസരിച്ചിട്ട് അതിൻ്റെ ഓരോ ഗുണങ്ങളിലും അതിൻ്റെ ഓരോ ഫീച്ചേഴ്സിൽ നമുക്ക് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഇത് ഇതിലാണ് ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളതനുസരിച്ച് അതിനെക്കുറിച്ച് നമുക്ക് എഴുതാം. ഇനി അതേ ചോദ്യം തന്നെ, ക്ലാസിഫൈ ലേ ഔട്ട് ഓഫ് ബസ് അക്കോർഡിംഗ് ടു ദർ എൻട്രൻസ് ആൻഡ് എക്സിറ്റ് ലൊക്കേഷൻ. ഏതാണ് എൻട്രൻസ്, എവിടെയാണ് എക്സിറ്റ് എന്നുള്ള, അല്ലെങ്കിൽ അത് എക്സിറ്റ് ആൻഡ് എൻട്രൻസ് ലൊക്കേഷൻ അനുസരിച്ചിട്ടും
നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ ചെയ്യാം? സിംഗിൾ ഡോർ അറ്റ് ദ ഫ്രണ്ട്, മുൻഭാഗത്ത് ഒരു ഡോർ മാത്രം വരുന്ന ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പോലെ. ഓക്കെ. പിന്നെ ഡബിൾ ഡോർ അറ്റ് ഫ്രണ്ട്, അത് കുറച്ചും പാടിയും എന്താ പറയുക, കുറച്ചും പാടിയും ഫ്രീ ആണ്. കസ്റ്റമേഴ്സിന് അത്ര, ഐ മീൻ പാസഞ്ചേഴ്സിന് അത്രയും കൺജഷൻ ഇല്ലാതെ കയറാൻ ഇറങ്ങാനും സാധിക്കും. പിന്നെ ഫ്രണ്ട് ആൻഡ് റിയർ ഡോർ, മുന്നിലും ബാക്കിലും, മുൻഭാഗത്തും പിന്നെ അതേപോലെ തന്നെ ബസ്സിൻ്റെ ബാക്ക് ഭാഗത്തും ഡോറുള്ള ബസ്സുകളുണ്ട്. ദെൻ മൾട്ടിപ്പിൾ സൈഡ് ഡോർസ്. ഓക്കെ, അതായത് നമ്മൾ ഈ ആർട്ടിക്കുലേറ്റഡ് ബസ്സിനൊക്കെ ഉള്ള പോലെ പല സ്ഥലങ്ങളിലും ഡോറുകളുണ്ട്. അപ്പോൾ ഇതനുസരിച്ച്, അതായത് ഈ പേരുകൾ നമ്മൾ ഓർത്ത് വെക്കുക. എൻട്രൻസ് ആൻഡ് എക്സിറ്റ് ലൊക്കേഷൻ അനുസരിച്ച് കൊണ്ടുള്ള ബസ്സിൻ്റെ ലേ ഔട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി ഫ്ലോർ ഹൈറ്റ് ആസ്പദമാക്കിയിട്ട് ബസ്സിൻ്റെ ലേ ഔട്ട് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലോ ഫ്ലോർ ബസ് ഉണ്ട്, ഹൈ ഫ്ലോർ ബസ് ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് എൻട്രൻസ് ബസ് ഉണ്ട്. ഓക്കെ. ലോ ഫ്ലോർ ബസ് എന്ന് പറയുമ്പോൾ ഒരു 8 മുതൽ ഒരു 10 ഇഞ്ച് വരെ നമ്മുടെ സർഫസിൽ നിന്ന് ഒരു ഹൈറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് സർഫസിനോട് നേരെ ചേർന്ന് കിടക്കുന്ന ബസ്സായിരിക്കും. അപ്പോൾ ഇത് കുറച്ചും പാടി എന്താ പറയുക, കയറാനോ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് വീൽ ചെയറിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ കുറച്ചും പാടിയും ഈസി ആയിട്ട് എൻട്രൻസ് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനൊക്കെ ലോ ഫ്ലോർ ബസ്സുകൾ ഉപയോഗിക്കാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ലോ ഫ്ലോർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് എൻട്രൻസ് ആണ്. സ്റ്റെപ്പ് അപ്പ് എൻട്രൻസ് വരുമ്പോൾ നമുക്കൊരു 1-2 സ്റ്റെപ്പ് എന്ത് ചെയ്യണം, കയറിയിട്ട് വേണം ബസ്സിലേക്ക് എത്തിച്ചേരാൻ. അതാണ് സ്റ്റെപ്പ് അപ്പ് എൻട്രൻസ് ബസ്. ഹൈ ഫ്ലോർ ബസ് നമ്മുടെ നാട്ടിൽ ഓടുന്ന സാധാ ബസ്സുകളുണ്ടല്ലോ, അതായത് ഏകദേശം ഒരു 14 തൊട്ട് 18 ഇഞ്ച് വരെ ഹൈറ്റ് ഉണ്ടാവും. പിന്നെ കുറച്ചുകൂടിയും എന്താണ് ഹൈറ്റ് ഉണ്ട്, ഫ്ലോർ ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എന്താണ് കൂടുതലാണ്. അപ്പോൾ ഹൈ ഫ്ലോർ ബസ്, ലോ ഫ്ലോർ ബസ്, സ്റ്റെപ്പ് അപ്പ് എൻട്രൻസ് ബസ്, ഇതാണ് നമ്മുടെ ഫ്ലോർ ഹൈറ്റ് ആസ്പദമാക്കിയിട്ടുള്ള ബസ്സിൻ്റെ ലേ ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിൽ വരുന്നത് ഒരു ചെറിയ എന്താ പറയുക, ഫ്രെയിമിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് ചോദിക്കുകയാണെങ്കിൽ ലൈറ്റ് മെറ്റൽ ഫ്രെയിം ഉണ്ട്, സ്ട്രെസ്ഡ് മെറ്റൽ ഫ്രെയിം, ഗസറ്റ്സ്, റിവറ്റ് കണക്ഷൻ. അതായത് ഫ്രെയിമുകൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഫ്രെയിമാണ് ഉപയോഗിക്കുന്നത് നമ്മളതിനനുസരിച്ചിട്ട്. ലൈറ്റ് മെറ്റൽ ഫ്രെയിം പറയുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ കുറച്ചും കൂടി വലിയ സ്ട്രെങ്ത് ഒന്നും ആവശ്യമില്ലാത്ത ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് മെറ്റൽ ഫ്രെയിംസ് നമുക്ക് ഉപയോഗിക്കാം. സ്ട്രെസ്ഡ് മെറ്റൽ ആണെങ്കിലോ, സ്ട്രെസ്ഡ് മെറ്റൽ പറയുമ്പോൾ ഈ സ്ട്രെസ്ഡ് മെറ്റലാണ് ഒരു വാഹനത്തിൻ്റെ ഓവറോൾ സ്ട്രെങ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും സ്ട്രെങ്ത് കൂടിയിട്ടുള്ള മെറ്റൽസുമാണ് നമ്മൾ എന്ത് ചെയ്യണം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഗസറ്റ്സ്, അതായത് നമ്മൾ ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഫ്രെയിമിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയും. പിന്നെ റിവറ്റ് കൺസ്ട്രക്ഷൻ. റിവറ്റ് കണക്ഷൻസ് പറയുമ്പോൾ നമ്മൾ 2-3 ഫ്രെയിംസ്, 2-3 ടൈപ്പുകളൊക്കെ എന്ത് ചെയ്യുന്നു, റിവറ്റ് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ അതൊക്കെ. പിന്നീട് അതിൽ വരുന്നത് അഡിസീവ്സ്. അഡിസീവ്സ് പറയുമ്പോൾ സാധാരണ പശ, മെറ്റൽസിന് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പശകൾ. ഇതിൽ കൊറോഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു 3 മാർക്കിന് ചോദിക്കാം. ഇനി 7 മാർക്കിന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. എന്താണ് മെറ്റീരിയൽ കമ്പാറ്റിബിലിറ്റി. നമ്മൾ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി ഏത് മെറ്റലാണോ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റൽ കൊറോഷനെ റെസിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ നമ്മൾ ഏത് മെറ്റീരിയൽ എടുക്കുന്നോ അത് കമ്പാറ്റിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എടുക്കുക. പിന്നെ നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സർഫസ് കൃത്യമായിട്ട് അത് പ്രിപ്പയർ ചെയ്തിരിക്കണം. സാൻഡ് പേപ്പറൊക്കെ വെച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അഡിസീവ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ. ഇപ്പോൾ ഏത് അഡിസീവ് ആണെങ്കിലും അതിന് കൊറോഷൻ ഉണ്ടാകുന്നതിൽ വലിയൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ അത് എത്രമാത്രം എക്സ്പോഷർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ്. അത് നോക്കിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അഡിസീവ്സിൽ കൊറോഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് ഞാനിത് പറഞ്ഞു വന്നപ്പോൾ കൊറോഷൻ പ്രിവെൻഷനെ കുറിച്ചിട്ട് മാത്രമായി പോയി. അപ്പോൾ ആക്ച്വലി ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ വായിക്കുമ്പോൾ റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് കൊറോഷൻ ആൻഡ് പ്രിവെൻഷൻ എന്ന് പറയുന്നതിന് പകരം കൊറോഷൻ പ്രിവെൻഷൻ എന്ന് പറയുന്നിട്ട് ഇങ്ങനെ വായിച്ചാൽ മതി. ഓക്കെ, കൊറോഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക, ഡിസീസിൽ കൊറോഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വായിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള അതിന് പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യുക, സർഫസ് പ്രിപ്പയർ ചെയ്യുക, എൻവയോൺമെൻറ്റൽ എക്സ്പോഷർ കുറക്കുക. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി വരുന്നത് ചോദ്യമാണ് ഡിഫറെൻറ്റ് ബസ് ബോഡി സ്റ്റൈൽസ്. 7 മാർക്കിനുള്ള ചോദ്യമാണ്. വളരെ സിമ്പിളാണ്. നമ്മൾക്ക് പരിചയമായിട്ടുള്ള പേരുകൾ തന്നെയാണ്. കുറേ അധികം ഒന്നും കാണാതെ പഠിക്കാനില്ല. അപ്പോൾ നിങ്ങളിതൊന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ച് നോക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിലൂടെ ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കുക. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാം സിംഗിൾ ഡെക്കർ ബസ്സുകളുണ്ട്. അത് ബസ്സിൻ്റെ ബോഡിയുടെ അനുസരിച്ചാട്ടോ.
ബസ്സിൻ്റെ ഏത് ടൈപ്പ് ബോഡിയാണ് അതിനനുസരിച്ച് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ബസ് ബോഡി സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള ബസ് ബോഡിയുടെ സ്റ്റൈലുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് ചെയ്യുന്നു, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സിംഗിൾ ഡെക്കർ ബസ്സുകളുണ്ട്, ദെൻ ഡബിൾ ഡെക്കർ ബസ്സുകളുണ്ട്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിൽ കടന്നു വരും. ഡബിൾ ഡെക്കർ ബസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 80 മുതൽ 120 പാസഞ്ചേഴ്സിനെ വരെ കൊള്ളുന്നതാണ്. സിംഗിൾ ഡെക്കർ പറയുമ്പോൾ ഒരു 20 മുതൽ 60 വരെ പാസഞ്ചേഴ്സിനെയാണ് സിംഗിൾ ഡെക്കർ ബസ്സിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. ടു ലെവൽ ബസ് പറയുമ്പോൾ ഡബിൾ ഡെക്കർ പോലെ തന്നെ, പക്ഷെ രണ്ട് ലെവലായിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, രണ്ട് ലെവലായിട്ടാണ് ഉണ്ടാവുക. മറ്റിലാകുമ്പോൾ രണ്ട് ബോഡി ആയിട്ടാണ് ഉണ്ടാവും ഡബിൾ ഡെക്കറിൽ. ഇതിൽ 2 ലെവലായിട്ട് ഒരു 60 മുതൽ 80 വരെ പാസഞ്ചേഴ്സിനെ അതിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. ഓക്കെ, സ്പ്ലിറ്റ് ലെവൽ ബസ് എന്ന് പറയുമ്പോൾ ഒറ്റ ബസ്സിൽ തന്നെ പക്ഷെ പല ലെവലുകളായിട്ടാണ് ഈ സ്പ്ലിറ്റ് ലെവൽ ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ കാണുന്ന AC വോൾവോ ബസ്സുകളില്ലേ, അതായത് മുന്നിൽ ഭാഗത്ത് കുറച്ച് ഒരു പൊന്തി ഉണ്ടാവും, പിന്നെ നടുഭാഗത്തുമ്പോൾ കുറച്ചും കൂടി താന്നിട്ടുണ്ടാവും, പുറകു വശം എത്തുമ്പോൾ കുറച്ചും കൂടി ഹൈറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ വേറെ ലെവലിൽ നമുക്ക് പാസഞ്ചേഴ്സിന് ഇരിക്കാൻ പറ്റുന്ന ബസ്സുകളാണ് സ്പ്ലിറ്റ് ലെവൽ ബസ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് നമ്മുടെ എന്താ പറയുക, ലഗേജുകൾ കുറച്ചും കൂടി ഈസി ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് ലെവൽ ബസ് ഉപയോഗിക്കുന്നത്. ആർട്ടിക്കുലേറ്റഡ് ബസ് പറയുമ്പോൾ പുറം രാജ്യങ്ങളിലുള്ള പോലെ 2 ബസ്സുകൾ ജോയിൻ ചെയ്തിട്ട്, നമ്മുടെ ട്രെയിനൊക്കെ പോലെ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടി നടക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ബസ്സാണ് ആർട്ടിക്കുലേറ്റഡ് ബസ് എന്നുള്ളത്. കുറച്ചും കൂടി ഒരു 80 to 140 പാസഞ്ചേഴ്സിനെ വരെ അതിൽ അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷെ അത് മൂവ് ചെയ്യാനോ മാനുവർ ചെയ്യാനൊക്കെ കുറച്ച് പ്രയാസമാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള ടൈപ്പുകൾ. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ അബൌട്ട് ദ കൺസ്ട്രക്ഷൻ പ്രോസസ് ഓഫ് ഫ്രെയിം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. നമ്മൾ ലാബിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള എന്താണ് എന്നുള്ളത് അതിൻ്റെ ഒരു വൺ ബൈ വൺ സ്റ്റെപ്പുകൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ചേസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ചേസ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ സൈഡിലും ഫ്രണ്ടിലുള്ള ഫ്രെയിം അടിക്കുന്നു. പിന്നെ മുകളിലുള്ള റൂഫിലുള്ള ഫ്രെയിമും ബാക്കിലുള്ള ഫ്രെയിമും അടിക്കുന്നു. ഡ്രസ് പാനൽ എന്ത് ചെയ്യുന്നു, റിവറ്റ് അടിക്കുന്നു. മുകളിൽ റിവറ്റ് അടിക്കാണ്. പിന്നെ റിവറ്റ് അടിച്ചതിന് ശേഷം ഒന്ന് ജനറലായിട്ട് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നു, എല്ലാം നോക്കിയിട്ട് പിന്നെ റൂഫിൻ്റെ പാനൽസ് നമ്മൾ അടിക്കുന്നു. പിന്നെ പാനലിങ്ങും മോൾഡിങ്ങും, അതായത് എന്തെങ്കിലും പുറത്തുള്ള രൂപങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എക്സ്റ്റീരിയർ പാനലൊക്കെ എന്ത് ചെയ്യുന്നു, അതെല്ലാം നമ്മൾ വെക്കുന്നു. ഡെക്കറേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ഒരു ഫൈനൽ ഫിനിഷിങ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം റെഡിയാവും. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുക, ഒന്ന് കാണാതെ ഒന്ന് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തില്ലേ. ഡബിൾ സ്ക്രീൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സംഭവമുണ്ട്. അതായത് ഇന്നറിലും ഔട്ടറിലും രണ്ട് സ്കിന്ന് വരുന്ന നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ്സുകൾക്കുള്ള പോലെ അത് കുറച്ചും കൂടി സൗണ്ടിനെ റെഡ്യൂസ് ചെയ്യാനും ടെമ്പറേച്ചറിനെ റെഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഡബിൾ സ്കിന്നിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. തെർമൽ ഇൻസുലേഷൻ കൂടുതലാണ്, സ്ട്രെങ്ത് കൂടുതലാണ്, നോയ്സിനും വൈബ്രേഷനും കാര്യങ്ങളൊക്കെ എന്താണ് അതിനൊക്കെ കുറച്ചുകൂടി കുറവാണ്. ഇനി അതിലുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം വന്നാൽ 7 മാർക്കിന് ഡിഫറെൻറ്റ് ലേഔട്ട് ഓഫ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ. എത്ര ടൈപ്പ് കൊമേഴ്ഷ്യൽ വെഹിക്കിളുകൾ ഉണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമുക്ക് അറിയുന്ന കാര്യമായതുകൊണ്ട്, നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ളതും കേട്ടുപരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എന്തൊക്കെയാണ് ജസ്റ്റ് പേരൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ അതിൻ്റെ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഫ്ലാറ്റ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ മരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ എവിടെയും അതിൻ്റെ ബോഡി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് വൺ ഡ്രോപ്പ് സൈഡ്, അതിൻ്റെ സൈഡ് തുറക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ. അതായത് ഇതൊക്കെ എവിടെയാണ് നമുക്ക് തുറക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ്, എങ്ങനെയാണ് അതിൻ്റെ ലഗേജുകൾ, അതിൻ്റെ അതിലുള്ള ബാക്കിൽ വെക്കുന്ന കമ്പോണൻസുകൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കാർഗോ വെക്കുന്നതിനനുസരിച്ചാണ് ഇതൊക്കെ വ്യത്യാസം വരുന്നത്. ഓക്കെ, അല്ലാതെ വേറെയുള്ള രീതിയിലൊന്നുമല്ല, അതിൻ്റെ ബോഡിയുടെ ചെറിയ വ്യത്യാസങ്ങൾ. അപ്പോൾ അതിന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത് മാത്രം. ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഫ്ലാറ്റ് പ്ലാറ്റ്ഫോം അതിൻ്റെ പേര്. അതിൻ്റെ സൈഡ് തുറക്കാൻ പറ്റുകയാണെങ്കിൽ ഡ്രോപ്പ് സൈഡ്. അപ്പോൾ അതിന് ഓരോ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ട്. ഫിക്സഡ് സൈഡ്, ഓക്കെ, ഓൾ ഇന്ത്യ പെർമിറ്റുള്ള വണ്ടികളൊക്കെ നമ്മളില്ല, ഇവിടുന്ന് വരുന്ന ലോറികളൊക്കെ, അതായത് അതിൽ ഒരു ഭാഗവും തുറക്കാനോ അടക്കാനൊന്നും പറ്റില്ല, ഫുള്ളി ഫിക്സ്ഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിൽ ടിപ്പർ പറയുന്ന ആ ബോഡിയുടെ കൺസ്ട്രക്ഷൻ, ടിപ്പർ ബോഡി കൺസ്ട്രക്ഷൻ.
അപ്പോൾ ലോഡിങ്ങും അൺലോഡിങ്ങും ഒക്കെ, ലോഡിങ് അല്ല അൺലോഡിങ് ഒക്കെ വളരെ ഈസിയാണ്. പിന്നെ ടാങ്കർ ബോഡി, ലിക്വിഡ്സ് കാര്യങ്ങളൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയുള്ള ടാങ്കർ ബോഡി. അപ്പോൾ ഇതെല്ലാം എന്ത് ടൈപ്പിൽ വരുന്നതാണ്? കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ലേ ഔട്ടിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. മാറിപ്പോയത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ ഡിഫറെൻറ്റ് ലേ ഔട്ട്സ് ആണ് ഈ പറഞ്ഞൊക്കെ വരുന്നത്. ഇനി അതേപോലെ തന്നെ ഹെവി കൊമേഴ്ഷ്യൽ നേരത്തെ പറഞ്ഞു. ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ബോഡി ടൈപ്സ്, ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ബോഡി ടൈപ്സ് ഇത് ഏതൊക്കെയാണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇത് LCV HCV എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ലൈസൻസിൽ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. അപ്പോൾ അതിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഇത്. ഫസ്റ്റ് വൺ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. പിക്കപ്പ് ട്രക്ക് അറിയാലോ, നമ്മൾ ബൊലിറോൻ്റെ ബാക്കിൽ ചെറിയ കുഞ്ഞ് ഡിക്കിയുള്ള പോലുള്ള സാധനങ്ങൾ. അപ്പോൾ പിക്കപ്പ് ട്രക്ക്, പിന്നെ പാനൽ വാന് അടച്ചിട്ടുള്ള ഇതാണ് പാനൽ വാൻ എന്ന് പറയുന്നത്. കാർഗോ വാന്, ഇത് കുറച്ചുപാടും കൺസീൽഡ് ആയിട്ടുള്ള ലഗേജുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ യൂട്ടിലിറ്റി വാന്, യൂട്ടിലിറ്റി വാൻ പറയുമ്പോൾ നമ്മൾ ഈ ചെറിയ ചായപ്പൊടിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് കണ്ട് ചെറിയ ഒരു കിച്ചണൊക്കെ വെച്ച് കണ്ടുള്ള പരിപാടികളുണ്ടല്ലോ, ചെറിയ ബിസിനസ്സിനൊക്കെ വേണ്ടി, അതൊക്കെ യൂട്ടിലിറ്റി വാനിൽ വിടുന്നതാണ്. മിനി വാന്, മിനി വാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ചുപാടും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ഓട്ടോറിക്ഷകൾക്ക് പകരം ഈസി ആയിട്ട് കുറച്ചുപാടും കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്ന വണ്ടികൾ മിനി വാൻ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം അതിൽ വരുന്ന ഇതാണ്, അതായത് LCV ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകണം. ഇനി ഇതാണ് ഓട്ടോമൊബൈലിൻ്റെ ബോഡി മെറ്റീരിയൽസ്. ഒരു വാഹനം നിർമ്മിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെ മെറ്റീരിയൽസിൻ്റെ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ പേരുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം, ഏതൊക്കെയാണ് പേര് വന്നത്. പിന്നെ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. മുമ്പ് പലതിലും MS ആൻഡ് SM അല്ലെങ്കിൽ മറ്റേതിന് മുന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ മെറ്റീരിയൽസിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് പഠിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് തന്നെ നമുക്ക് മനസ്സിലാവും സ്റ്റീൽ എന്താണ്, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് എന്താണ്, ഫാബ്രിക്സ് മറ്റു കാര്യങ്ങൾ എന്താണ്, എന്തിനുള്ള ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമില്ല. പക്ഷേ ഈ പേര് നമ്മൾ കാണാതെ പഠിച്ചെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും എഴുതാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ സ്റ്റീലാണ്, സ്റ്റീലിൻ്റെ ഗുണങ്ങൾ, പ്രോസ്, കോൺസ്, യൂസസ്, ഇതെല്ലാത്തിലും എഴുതാട്ടെ നിങ്ങൾക്ക്. പ്രോസ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സ്റ്റീലിൻ്റെ എന്താണ്, സ്ട്രോങ് ആണ്, അഫോർഡബിൾ ആണ്, പിന്നെ റെഡിലി അവൈലബിൾ ആണ്, എനർജി അബ്സോർപ്ഷൻ കൂടുതലാണ്. അത് നമ്മുടെ ക്രാഷ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എനർജി അബ്സോർപ്ഷൻ ഉണ്ടാവും, നന്നായിട്ട് നടക്കും. റീസൈക്കിളബിൾ ആണ്, ഓക്കെ, റീയൂസ് ചെയ്യാനും റീസൈക്കിൾ ചെയ്യാനൊക്കെ പറ്റും. എന്നാൽ അതിൻ്റെ ദോഷങ്ങൾ എന്താണ്, ഹെവിയാണ്, ഭയങ്കര കട്ടി കൂടുതലാണ്, അതേപോലെ പെട്ടെന്ന് തുരുമ്പ്. പിന്നെ എന്താ പറയുക, മറ്റുള്ള ചില മെറ്റീരിയൽസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റീസൈക്കിളബിലിറ്റി കുറവാണ്. സോ ഓക്കെ. പിന്നെ അവ എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. സ്റ്റീൽ നമ്മൾ എവിടെയൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വെഹിക്കിൾസിൻ്റെ ഫ്രെയിംസിലുണ്ട്, ചേസസിൻ്റെ ബോഡി പാനൽസ്, അതേപോലെ സ്ട്രക്ചറൽ കമ്പോണൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റീൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അടുത്ത വരുന്നത് ലൈറ്റ് അലോയ്സ്. ലൈറ്റ് അലോയ്സിൻ്റെ, അപ്പോൾ നമുക്ക് ലൈറ്റ് അലോയ് എന്നുള്ള ഹെഡിങ് എഴുതുന്നു. പിന്നെ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോസ്, കോൺസ്, യൂസസ്. പ്രോസ് ഗുണങ്ങൾ, സ്റ്റീലിനേക്കാൾ സ്വാഭാവികമായിട്ടും എന്താണ്, സ്റ്റീലിനേക്കാളും ലൈറ്ററാണ്, കൊറോഷൻ റെസിസ്റ്റൻസ് ആണ് ഈ ലൈറ്റ് അലോയ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ നല്ല അടിപൊളിയായിട്ടാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ലൈറ്റ് അലോയ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റലിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ അലോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതിൻ്റെ കോൺസ്, അതായത് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, സ്റ്റീലിനേക്കാളും എക്സ്പെൻസീവ് ആണ്, റിപ്പയർ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡാമേജ് വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ പ്രയാസമാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, അതിൻ്റെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, ബോഡി പാനൽസിൽ, ഹുഡുകൾ, ട്രങ്കിൽ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് അലോയ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത വാഹനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്സ്. സാധാ പ്ലാസ്റ്റിക് എന്തൊക്കെ ഗുണങ്ങൾ, ഓഫ് കോഴ്സ് ലൈറ്റ് വെയിറ്റ് ആണ്, വേഴ്സ്റ്റൈലാണ്, അതേപോലെ തന്നെ എന്ത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, മോൾഡ് ചെയ്യാൻ പറ്റും. കൊറോഷൻ പറഞ്ഞ സംഭവമേ ഉണ്ടാവില്ല, റീസൈക്കിളും ചെയ്യാം. പക്ഷേ ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ഇത് സ്റ്റീലിൻ്റെ അത്ര സ്ട്രെങ്ത് ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ UV ഡാമേജസ് കാര്യങ്ങളൊക്കെ കുറച്ചും പാടും വരും. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കല്, ബമ്പേഴ്സിൻ്റെ ചില സ്ഥലങ്ങളിൽ, ഫെൻഡേഴ്സിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബോഡി പാനൽസിലും കുറേശ്ശായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് എന്നുള്ള രീതിയിൽ തന്നെ അല്ല ഉപയോഗിക്കുന്നത്, മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ്. ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫ്ലോർ മാറ്റ്, അതേപോലെ തന്നെ നമ്മുടെ സീറ്റ് കവർ, ഇതെല്ലാം വരുന്നത് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ്. വെയിറ്റ് കുറവാണ്, കംഫർട്ടബിൾ ആണ്, ഓക്കെ, സൗണ്ട് ഇൻസുലേഷന് വേണ്ടി ഉപയോഗിക്കാം, നാച്ചുറലാണ്.
അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ എന്താണ്, നമ്മളെ മറ്റുള്ള മെറ്റീരിയലിൽ അത്ര സ്ട്രെങ്ത് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ലൈഫ് പറയുന്നത് കുറവാണ്. നമ്മളിത് ഉപയോഗിക്കുന്നത് ഹെഡ്ലൈനേഴ്സിൽ, പിന്നെ അതേപോലെ ഇൻറ്റീരിയർ അപ്പോൾസ്ട്രി വർക്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഫോർമാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് ടെക്സ്റ്റൈൽസ് ആയിട്ട് ഉപയോഗിക്കണം. പിന്നെ നമ്മളെ ഗ്ലാസ്, വിൻഷീൽഡ് ഗ്ലാസ്സുമായിട്ട് ഉപയോഗിക്കുന്ന, വിൻഡോ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ. പിന്നെ വുഡ് നമ്മൾ വാഹനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് ലക്ഷറി വാഹനങ്ങളുടെ ഇൻറ്റീരിയറിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാനും ഒരു എസ്തെറ്റിക് ലുക്ക് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നീടുള്ളതാണ് അലുമിനിയം. ലൈറ്റ് വെയിറ്റ് ആണ്, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ ക്രാഷ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എനർജി ആ ഒരു കൊളീഷനിൽ ഉണ്ടാകുന്ന എനർജി അബ്സോർബ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് അലുമിനിയം എന്നുള്ളത്. പക്ഷേ സ്റ്റീലിനേക്കാളും എക്സ്പെൻസീവ് ആണ്. പിന്നെ ഈ അലുമിനിയം വേറൊരു അലുമിനിയമായിട്ട് ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു പാർട്ടായിട്ട് ജോയിൻ ചെയ്യാനൊക്കെ കുറച്ചൊരു എന്താ പറയുക സ്പെഷ്യൽ ടെക്നിക്സ് ആവശ്യമാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ബോഡി പാനൽസിൽ, വുഡ് ട്രങ്കിലൊക്കെയാണ് അലുമിനിയം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, 7 മാർക്കിന് ചോദിച്ചാൽ നമ്മൾ എത്രമാത്രം എഴുതണം എന്നുള്ളത് അത് നിങ്ങളുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾ എഴുതേണ്ട കാര്യമാണ്. ഓക്കെ, നമുക്കിതിൻ്റെ ഒരു ലിഖിതമായിട്ടുള്ള ഇത്ര എഴുതാവുള്ളൂ അല്ലെങ്കിൽ ഇത്ര എഴുതണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ ലൈറ്റ് അലോയിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ പറഞ്ഞാൽ ഇതിനേക്കാൾ ഒരുപാടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഇത് എഴുതാനും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനും പറ്റും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉത്തരക്കടലാസ് നോക്കുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ മാർക്ക് തരാൻ സാധിക്കണം. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ വേണം എന്തുള്ളത് എക്സാമിന് എഴുതാൻ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ കിടക്കാം. ഈ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ടൂൾസുകളെ കുറിച്ചിട്ടാണ്. അതായത് പല രീതിയിലുള്ള പല ടൈപ്സിലുള്ള ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഹാൻഡ് ടൂൾസ് ആയിക്കോട്ടെ, പവർ ടൂൾസ് ആയിക്കോട്ടെ. ഇത് എന്തിനൊക്കെ വേണ്ടി ഏതൊക്കെ ടൂൾസാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത്. അതായത് ഒരു ബോഡി വർക്ക്ഷോപ്പിൽ, വെഹിക്കിളിൻ്റെ ഓട്ടോമൊബൈൽ ബോഡി വർക്ക്ഷോപ്പിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസുകൾ, അതേപോലെ തന്നെ വാഹനത്തിൻ്റെ വ്യത്യസ്ത കമ്പോണൻറ്റുകൾ എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത് എന്നുള്ളതും ഈ ചാപ്റ്ററിൽ, ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ലിസ്റ്റ് വേരിയസ് വർക്ക്ഷോപ്പ് മെഷറിംഗ് ടൂൾസ്. 3 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ ഓരോ ടൂളിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട. കാരണം ഇത് ചോദ്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കാം. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ചെറിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. ലിസ്റ്റ് ചെയ്യാന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ടൂൾസിൻ്റെ ചിത്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിത്രം നിങ്ങൾ വരയ്ക്കരുത്, പേര് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചിത്രം കൊടുത്തത്. നമ്മുടെ വെർണിയർ കാലിപ്പർ ഉണ്ട്, ഹൈറ്റ് വെർണിയർ കാലിപ്പർ ഉണ്ട്, ഡെപ്ത് വെർണിയർ കാലിപ്പർ ഉണ്ട്, പിന്നെ പ്രൊട്രാക്ടർ, ഫീലർ ഗേജ്, മെഷറിംഗ് ടേപ്പ്, സ്പിരിറ്റ് ലെവൽ, കാലിപ്പേഴ്സ്, ഇൻസൈഡ് കാലിപ്പറും ഔട്ട്സൈഡ് കാലിപ്പറും, പിന്നെ മൈക്രോമീറ്റേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതെന്ത് ചെയ്യാം, ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാം. ഒരു ടൂളിന് ഒരു 1/2 മാർക്ക് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 3 മാർക്കുള്ള ചോദ്യം ചോദിച്ചാൽ ഒരു 6 7 നിങ്ങൾ എഴുതിയിരിക്കണം നിർബന്ധമായിട്ട്. ഇനി വേറെ കുറച്ച് വയർ ബ്രഷുകൾ, ക്ലാമ്പുകൾ, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി ഈ ഒരു മൊഡ്യൂളിൽ ഒരു ട്വിസ്റ്റ് ചെയ്ത് കണ്ടുള്ള ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ടൈപ്സ് ടൂളുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ടൂളാണ് സ്പെസിഫിക് ആയിട്ട് അവർ ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ചോദ്യം നോക്കാം. വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ഹാൻഡ് ടൂൾസ്. ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ്. ഹാൻഡ് ടൂളുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ്ഡ് ഫോർ മെറ്റൽ ഷേപ്പിംഗ് ആൻഡ് ഫോമിങ്. ഇത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിക്കാം. അതായത് മെറ്റൽ ഷേപ്പിംഗ് ആൻഡ് ഫോമിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ടൂളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ പർപ്പസുകൾ നമ്മൾ എന്താണെന്ന് നോക്കണം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാം. എന്താണ് ബോഡി ഹാമർ, ഡോളീസ്. സാധാ നമ്മൾ ബോഡികൾ എന്താ പറയുക ഡെൻറ്റുകൾ ശരിയാക്കാനും അടിച്ച് ശരിയാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഹാമേഴ്സ്, ഡോളി. പിന്നെ മാലറ്റ്. ഡോളി എന്താണെന്ന് വെച്ചാൽ താഴെ ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മാലറ്റ്, ഹാമറും മാലറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഹാമർ എന്ന് പറയുന്നത് മെറ്റൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക, കുറച്ചും പാടും ഹെവി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടി. മാലറ്റ് ആണെങ്കിലോ നോൺ മെറ്റൽ കൊണ്ട്, ഫൈബറോ അല്ലെങ്കിൽ വേറെ വുഡോ ഒക്കെ കൊണ്ട് നമ്മൾ മാലറ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചും പാടും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാനാണ് മാലറ്റ് ഉപയോഗിക്കുന്നത്. ഷ്രിങ്കിങ് ഹാമർ, അതിൻ്റെ ഫിഗർ കണ്ടറിയാം, ഒരു ഭാഗം ഇങ്ങനെ ഒരു കൂർത്തിട്ടുണ്ടാവും, ഒരു ഭാഗം സാധാ ഹാമർ പോലെ. അപ്പോൾ ഇത് നമുക്ക് ഈ പറഞ്ഞ റിപ്പയർ വർക്കുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഷ്രിങ്കിങ് ഹാമർ ഉപയോഗിക്കുന്നത്.
ഫോമിംഗ് ഡോളീസ് ഞാൻ നേരത്തെ നമ്മൾ ഡോളി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പറയാന്ന് പറഞ്ഞു. ഡോളീസ് എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ ബോഡിയിൽ ഒരു ചെറിയൊരു കുഴിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നേരെയാക്കാൻ വേണ്ടി അതിന്റെ അടിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്കുന്ന ഒരു മെറ്റൽ പീസാണ് ഡോളീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോളീസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഞ്ച് ചെയ്താലും അതിന്റെ ഉള്ളിലേക്ക് വീണ്ടും കുഴിഞ്ഞു പോകില്ല. അടിയിൽ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ക്ലിയർ കട്ടായിട്ട് ആ ഒരു ഷേപ്പ് തന്നെ നമ്മളെ റിപ്പയറിംഗ് പ്രോസസ്സിൽ കിട്ടാൻ ഉപകരിക്കും. അപ്പോൾ അതിൽ പല ഷേപ്പുകളുള്ള ഡോളീസ് ഉണ്ട്. അതിനെയാണ് എല്ലാത്തിനെയും കൂടിയിട്ട് നമ്മൾ പറഞ്ഞ പേര് ഫോമിംഗ് ഡോളീസ് എന്നുള്ളതാണ്. പിക് ടൂൾസ് അറിയാലോ, ചെറിയ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊത്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് പിക് ടൂൾസ് എന്ന് പറയുന്നത്. അതിനൊരു ഹുക്ക് ഉണ്ടാവും തലക്കെ, ഹുക്കോ അല്ലെങ്കിൽ പോയിന്റോ അല്ലെങ്കിൽ ചെറിയ ബെൻഡോ എന്തുവാണെങ്കിലും ഉള്ളൂ, അതൊക്കെ പിക് ടൂൾസിൽ വരണം. ഇതൊക്കെ ഏത് ടൂൾ ഇതിൽ വരുന്നതാണ്? മെറ്റൽ ഷേപ്പിംഗ് ആൻഡ് ഫോമിംഗ് എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാൻഡ് ടൂൾസ് ആണ്. ഓക്കെ, ഈ ചോദ്യം നോക്ക്. വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ഹാൻഡ് ടൂൾസ്. സെയിം പോലെ തന്നെ ഹാൻഡ് ടൂൾസ്, പക്ഷെ എവിടെ വ്യത്യാസം വന്ന്? കട്ടിങ് ആൻഡ് ഗ്രൈൻഡിങ്. കട്ടിങ്ങിനും ഗ്രൈൻഡിങ്ങിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഈ ഹാൻഡ് ടൂൾസ് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അത് നമുക്ക് കൈകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസുകളാണ് നമ്മൾ ഈ ഹാൻഡ് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ആംഗിൾ ഗ്രൈൻഡർ. നമുക്ക് സുപരിചിതമായിട്ടുള്ള സാധനമാണ്. ഈ ബ്ലേഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഗ്രൈൻഡറുമായിട്ട് ഉപയോഗിക്കാം, കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആംഗിൾ ഗ്രൈൻഡർ പ്യൂർലി ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീല് ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഗ്രൈൻഡേഴ്സ് ആണ്, ഹാൻഡ് ടൂളാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന്. പിന്നെ ഡൈ ഗ്രൈൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ആംഗിൾ ഗ്രൈൻഡറിനേക്കാളും കുറച്ചുകൂടിയും സൈസ് കുറവാണ്. അതേപോലെ തന്നെ കുറച്ചുകൂടി ഈസിയാണ് ഉപയോഗിക്കാനുള്ളത്. നമ്മൾ ഈ ചെറിയ ടൈറ്റ് സ്പേസുകളൊക്കെ പോളിഷ് ചെയ്യാനും ചെറിയ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഡൈ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ സ്നിപ്സ്, ഷീറ്റ് മെറ്റലിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽ സ്നിപ്സുകൾ. അപ്പം ഇതെല്ലാം എന്താണ്? നമ്മുടെ ഹാൻഡ് ടൂൾസ് ആണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? കട്ടിങ് ആൻഡ് ഗ്രൈൻഡിങ്. അപ്പോൾ 7 മാർക്കിന് ചോദിച്ചാൽ ഒരു ചെറിയൊരു ഫിഗർ ഇതിൽ മസ്റ്റാണ്. ചെറിയൊരു ഫിഗറും ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രോസ്, കോൺസ്, അതിന്റെ യൂസസ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് അതിൽ എഴുതാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ, വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ഹാൻഡ് ടൂൾസ്. പക്ഷെ എവിടെയാണ് യൂസ്ഡ് ഫോർ കട്ടിങ് ആൻഡ് ഗ്രൈൻഡിങ്. ഇതിൽ ഈ കട്ടിങ് പറഞ്ഞത് തന്നെ ഒഴിവായിക്കാം കേട്ടോ, അത് വേണ്ട. ഗ്രൈൻഡിങ് മാത്രമാണ് ഇതിൽ. ഓക്കെ, കട്ടിങ് വേണ്ട, ഗ്രൈൻഡിങ് മാത്രമാണ്. അത് ഞാൻ ടൈപ്പ് ചെയ്ത് എടുത്ത് വന്നൊരു മിസ്റ്റേക്കാണ്. ഗ്രൈൻഡിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ബ്ലോക്ക് സാൻഡേഴ്സ്, ഒരക്കടലാസ്. ബ്ലോക്ക് സാൻഡേഴ്സ് പറയുമ്പോൾ സാധാരണ ഈ ഒരക്കടലാസ് നമ്മൾ സാൻഡ് പേപ്പർ നമ്മളിങ്ങനെ കൈകൊണ്ടാണ് പല ആളുകളും ചെയ്യാറുള്ളത്. പക്ഷെ അതിന് ആക്ച്വലി അതിൻ്റെ മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിന്റെ അടിയിൽ കൂടി ഇങ്ങനെ വന്ന് മുകളിൽ വന്നിട്ട് മുകളിൽ എന്ത് ചെയ്യും? ഒരു സ്ക്രൂ വെച്ച് പിടിപ്പിക്കും. ബ്ലോക്ക് സാൻഡേഴ്സ് എന്ന് പറയും അതിന്റെ പേര്. നമുക്ക് കയ്യിന് വലിയ ഡാമേജ് വരില്ല. പിന്നെ ഓർബിറ്റൽ സാൻഡേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലാർജർ ആയിട്ടുള്ള ഏരിയ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പവർ ടൂളാണ്. ആക്ച്വലി കറണ്ട് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. കറണ്ടിലും ന്യൂമാറ്റിക്കിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഫിഗർ ഉണ്ടാകും, ഇതാണ് ഓർബിറ്റൽ സാൻഡേഴ്സ് ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഫയൽ, പല ടൈപ്പ് ഫയലുകൾ ഉണ്ട് അല്ലേ, ഫ്ലാറ്റ്, റൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്നത് നമ്മുടെ ഏത് കാറ്റഗറിയിലാണ്? ഗ്രൈൻഡിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ടൂൾസ് ആണ്. ഓക്കെ, ഇനി ചോദ്യത്തിൽ ചെറിയൊരു വ്യത്യാസം എന്താണ്? ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് പവർ ടൂൾസ്. അത് നമ്മൾ കറണ്ട് വെച്ച് ഉപയോഗിക്കുന്ന കുറച്ചുകൂടി ഒരു നല്ല കറണ്ടൊക്കെ എടുക്കുന്ന പവർ ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഓട്ടോമൊബൈൽ ബോഡി വർക്ക്ഷോപ്പിലുള്ള. അപ്പോൾ ഇതിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. എന്താണ്? വെൽഡിങ് ആൻഡ് കട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാം കേട്ടോ. അതേപോലെ ഷേപ്പിംഗ് ആൻഡ് ഫോമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പവർ ടൂൾസ്, പെയിന്റിങ് ആൻഡ് ഫിനിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പവർ ടൂൾസ്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ വെൽഡിങ് ആൻഡ് കട്ടിങ് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന പവർ ടൂൾസ് ഏതൊക്കെയാണ്? മിഗ്, ടിഗ്, പ്ലാസ്മ കട്ടർ, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. വെൽഡിങ് ആൻഡ് കട്ടിങ്ങിൽ വരുന്ന പവർ ടൂൾസ് ആണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളെ ഷേപ്പിംഗ് ആൻഡ് ഫോമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ബെഞ്ച് ഗ്രൈൻഡർ. നമ്മൾ നേരത്തെ പറഞ്ഞ ആംഗിൾ ഗ്രൈൻഡർ നമുക്ക് എടുക്കുവാണെങ്കിൽ കൊണ്ടുപോകാലോ. ഇത് ബെഞ്ച് ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ അവിടെ ഫിക്സ്ഡ് ആണ്. നമ്മൾ ഏത് മെറ്റലാണോ നമുക്ക് ചെയ്യേണ്ടത്, ഏത് വർക്ക് പീസാണോ ചെയ്യേണ്ടത്, ഈ വർക്ക് പീസ് കൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ടൂളും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതിന്റെ സപ്പോർട്ടീവായിട്ട് എയർ കംപ്രസർ ഉണ്ട്, പിന്നെ എയർ സാൻഡേഴ്സ്. ഓക്കെ, ഇതെല്ലാം എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഷേപ്പിംഗ് ആൻഡ് ഫോമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ പെയിന്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണെങ്കിലോ സ്പ്രേ ഗണ്ണ്, പെയിന്റ് ബൂത്ത്, ഇൻഫ്രാറെഡ് ക്യൂറിംഗ് ലാമ്പ്,
ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 4ാമത്തെ മൊഡ്യൂളിൽ വരുന്നുണ്ട്. ഈ ഇൻഫ്രാറെഡ് ക്യൂറിംഗ് ലാമ്പ് പറഞ്ഞാൽ എന്താണ് കണ്ടിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ പണ്ട് കാലത്തൊക്കെ പെയിന്റ് അടിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ പെയിന്റുകൾ ഒരുപാട് ദിവസം നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെക്കുന്നതൊന്നും പ്രായോഗികമല്ല. അപ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ട്യൂബ് പോലുള്ള സാധനം നമ്മൾ അതിങ്ങനെ അതിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ കൊണ്ടെടുക്കുമ്പോൾ അതിലുള്ള ഇൻഫ്രാറെഡ് ലൈറ്റ് കാരണം പെയിന്റ് എന്ത് ചെയ്യും, പെട്ടെന്ന് ഉണങ്ങും. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഇൻഫ്രാറെഡ് ക്യൂറിംഗ് ലാമ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന കുറച്ച് ടൈപ്പുകൾ എന്ന് പറയുന്നത് സർവീസ് പ്രൊസീജിയറാണ്. സർവീസ് പ്രൊസീജിയർ. അപ്പോൾ ആക്ച്വലി ഞാനിതിൽ 2 കമ്പോണൻറ്റിൻ്റെ സർവീസിങ്ങിനെ കുറിച്ച് മാത്രമേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളൂ. ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇതിൽ എവിടെ നിന്നും ചോദിക്കാം, ഏത് കമ്പോണൻറ്റിൻ്റെ സർവീസിങ്ങും നമുക്കിതിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് VBR ലാബുകളുണ്ട്. ലാബിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഓട്ടോമൊബൈലിൽ നിങ്ങൾക്ക് ഇതിന് മുന്നേ പല ലാബുകളിലായിട്ടും വർക്ക്ഷോപ്പുകളിലായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ മനസ്സിലുണ്ടാവണം. പിന്നെ എങ്ങനെ ഒരു 7 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഓട്ടോമൊബൈൽ ഹുഡിനെ കുറിച്ചിട്ട് നമ്മൾ ബോണറ്റ് പറഞ്ഞ സാധനം, ഹുഡ് എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയറാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ചോദിച്ചത് എക്സ്പ്ലെയിൻ അബൌട്ട് ദ സർവീസ് പ്രൊസീജിയർ ഓഫ് ഓട്ടോമൊബൈൽ ഹുഡ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ചെയ്താൽ എന്താണ്, ഫസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യണം, അത് ക്ലീൻ ചെയ്യണം, അതിന് എന്തെങ്കിലും പെയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടച്ചപ്പ് ചെയ്യണം, ഡെന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം, ലാച്ചിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പിടുത്തത്തിന് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യണം. ഇതെല്ലാം വരുന്നത് അതിൻ്റെ സർവീസ് പ്രൊസീജിയറാണ്. സർവീസ് പ്രൊസീജിയർ. അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ റാൻഡം ആയിട്ട് ഇതിന് പകരം നിങ്ങൾക്ക് കുറച്ചും കൂടി ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് വെറുതെ പേര് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി നിങ്ങൾക്ക് ചെയ്യണം. അപ്പം ഞാൻ ഈ എക്സ്പ്ലനേഷൻ വായിക്കാതിരിക്കും കാരണം എന്താ പറയുക, ഇത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ എക്സാക്ട്ലി ഇതുപോലെ കൊണ്ടുപോയി പരീക്ഷാ പേപ്പറിൽ എഴുതണം എന്നുള്ളതല്ല. ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷിൽ ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ മെറ്റീരിയൽ ഉപയോഗിക്കാവുള്ളൂ. അതിനുവേണ്ടി മാത്രമേ നിങ്ങൾ ഈ മെറ്റീരിയൽ ഉപയോഗിക്കാനും പാടുള്ളൂ. അല്ലാതെ ഇത് ഇതേപോലെ ഇതാണ് ഇതിൻ്റെ ആൻസർ, ഇത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ, ഇത് എഴുതിയെങ്കിലും കിട്ടുള്ളൂ, ഇതിൽ കുറയും വേണ്ട കൂടും വേണ്ട അങ്ങനെയുള്ള ഒരു അഭിപ്രായങ്ങളൊന്നുമില്ല. നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്താം, ഒരു കുഴപ്പമില്ല. അടുത്തത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു സർവീസിങ് എന്നുള്ളത് നമുക്കൊന്ന് എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ്, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ സർവീസിങ് ഓഫ് ആൻ ഓട്ടോമൊബൈൽ ഡോർ. ഒരു ഓട്ടോമൊബൈൽ ഡോറ് എങ്ങനെ സർവീസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലിങ്ങനെ കാണുക, നമ്മൾ ആ ഡോറിൻ്റെ അടുത്ത് പോകുന്നതും അതിൻ്റെ പണികൾ എടുക്കുന്നതും തിരിച്ച് അതിൻ്റെ ക്ലിയർ ചെയ്യുന്നതും തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതും എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിൽ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. സിമ്പിളാണ്. എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ടൂൾസ് മെറ്റീരിയൽസ് ഒക്കെ ഗ്യാദർ ചെയ്യുക, എടുക്കുക അല്ലേ. അതിൻ്റെ സ്ക്രൂ ഡ്രൈവർ, റഞ്ച്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, നമ്മൾ എടുക്കുന്നു. ഡോറ് ഓപ്പൺ ചെയ്യുന്നു, ഡോർ പാനൽസ് റിമൂവ് ചെയ്യുന്നു, എന്താണ് പ്രശ്നം എന്നുള്ളത് ഇൻസ്പെക്ട് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു, ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കാണുന്നു, അത് ആ പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്രസ്സ് ചെയ്യുന്നു, എല്ലാം റെഡി ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നു, റീ അസംബിൾ ചെയ്യുന്നു, തിരിച്ചു പിടിപ്പിക്കുന്നു, ക്ലീൻ ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? ഇത് തന്നെയല്ലേ എല്ലാ പാർട്സുകൾക്കും വരുന്നത്. ആ ഉള്ളിൽ ചെയ്യുന്ന സാധനങ്ങൾ മാത്രം മാറും. അപ്പോൾ എന്ത് കമ്പോണന്റ് ചോദിച്ചാലും നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യുക, അത് എങ്ങനെയാണ് അത് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. വെറുതെ പേര് മാത്രം എഴുതി കഴിഞ്ഞാൽ 7 മാർക്ക് കിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടി, ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി ആവശ്യമാണ്. ഓക്കെ ആണല്ലോ? ഫിഗർ ഒരുപാട് വരക്കാനൊന്നും ഇല്ല ഇതിൽ. അതിൻ്റെ ആ നോട്ടുകൾ കൃത്യമായിട്ട് ഇത് ഈ ഒരു ആൻസർ ഷീറ്റ് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം, ഇവന് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ട് എന്നുള്ളത്. അത് ആ ഒരു ധാരണ ഉണ്ടെന്നുള്ള അവന് മൂപ്പർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂപ്പര് മാർക്ക് തരും. ക്ലിയർ ആവും? അടുത്ത് പാസഞ്ചർ കമ്പാർട്ട്മെന്റിലെ ഡിഫറെന്റ് കമ്പോണൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ എല്ലാവർക്കും കാർ ഓടിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെ സാധനങ്ങൾ എന്നുള്ള കണ്ണും പൂട്ടി നിങ്ങൾക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. പിന്നെ ഇനി പാസഞ്ചർ കമ്പാർട്ട്മെന്റിന്റെ സർവീസിങ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നമ്മൾ വാക്വം ചെയ്യുന്നു, അതായത് റെഗുലർ ആയിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യുന്നു, പിന്നെ സർഫസ് ഒക്കെ റെഡിയാക്കുന്നു, എയർ വെന്റുകൾ ശരിയാക്കുന്നു, ഹെഡ്ലൈനേഴ്സ് ഒക്കെ ഒന്ന് സെറ്റാക്കി, സീറ്റ് ബെൽറ്റ് ഒക്കെ റെഡിയാക്കി, സ്റ്റോറേജ് കമ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, പിന്നെ ഇനി ഡീപ്പ് ക്ലീനിങ് ആൻഡ് ഡീറ്റെയിലിംഗ് ചെയ്യുകയാണെങ്കിലോ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം. കാർപ്പറ്റൊക്കെ പുറത്തെടുത്ത് നല്ല ഷാമ്പൂ ഒക്കെ എടുത്ത് തേച്ച്, ലെതറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലെതറിൻ്റെ അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത്, പ്ലാസ്റ്റിക്കിന്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള ക്ലീൻ ആക്കി, ഓർഡർ റിമൂവൽ. ഓർഡർ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഉള്ളിലുള്ള ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലീൻ ആക്കുന്നു. അതായത് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള
ക്ലീനിങ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വണ്ടികൾ കഴുകുന്നിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും സാധാ ഒരു 400 രൂപയ്ക്ക് ഒരു നോർമൽ വാഷിങ്ങും 1500 രൂപയ്ക്ക് ഒരു ഡീപ്പ് ക്ലീനിങ്ങും ഒരു നമ്മൾ പറയും. അത് 1500 രൂപയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ ഫ്രഷ് ആക്കി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് പോയി നമുക്ക് തരും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് സർവീസിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ബാക്കി ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കുറച്ചും കൂടി നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില ടൂൾസുകളാണ് മെഷറിംഗ് ടേപ്പ്, അതായത് ബോഡിയുടെ അല്ലെങ്കിൽ ഡാമേജുകളൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ടൂളുകൾ എന്തൊക്കെയാണ് നമുക്കറിയുന്ന സാധനങ്ങളാണ്. ടേപ്പ് മെഷർ ഉണ്ട്, സ്ട്രൈറ്റ് എഡ്ജ് ഉണ്ട്, നമ്മൾ സ്റ്റീൽ റൂൾ എന്ന് പറയും. ഓക്കെ, ശരിക്കുള്ള പേര് സ്ട്രൈറ്റ് എഡ്ജ് അതുണ്ട്. പിന്നെ ലെവലാണോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സ്പിരിറ്റ് ലെവൽ പറയുന്ന സാധാ ലെവൽസ്, ട്രാം ഗേജ്, ഗ്യാപ്പുകളൊക്കെ എത്രയുണ്ട് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ, ഫ്രെയിമിൽ ഡാമേജ് ഒക്കെ അളക്കാൻ വേണ്ടി ട്രാം ഡാമേജ്, പിന്നെ സെൽഫ് സെൻറ്ററിങ് ഗേജുകൾ, അതിൻ്റെ ആ ലെവലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എന്താ പറയുക ഇറഗുലാരിറ്റി ഉണ്ടോ കോണ്ടൂർ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി സെൽഫ് സെൻറ്ററിങ് ഗേജസ്, ഇതൊക്കെ ഉപയോഗിക്കാം. ഇനി ഇലക്ട്രോണിക് ടൂൾസ് ആണെങ്കിലും ലേസർ മെഷറിംഗ് ടൂൾസ്, 3D സ്കാനേഴ്സ്, ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നതാണ്. 3D സ്കാനേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാമേജുള്ള വണ്ടിയാണെങ്കിൽ അതിൻ്റെ ഫുൾ ജിയോമെട്രി എന്ത് ചെയ്യും കംപ്ലീറ്റ്ലി 3D അനലൈസ് ചെയ്ത് കണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇതിൽ നമ്മൾ വരുന്നത്. ഇനിയിപ്പോൾ ഏത് കമ്പനി, ഞാനിപ്പോൾ ഇതിൽ 2-3 എക്സാമ്പിൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിയർ സീറ്റോ അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റൊക്കെ എങ്ങനെയാണ് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ റീസ്റ്റോറേഷൻ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ നമ്മൾ VBയുടെ 4ാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എത്ര ടൈപ്പ് പെയിൻറ്റുകൾ, എങ്ങനെയൊക്കെയാണ് പെയിൻറ്റിൻ്റെ രീതികൾ, പെയിൻറ്റിൽ ഉണ്ടാകുന്ന കമ്പോണൻസ്, അതിൻ്റെ കോമ്പോസിഷൻസ് എന്തൊക്കെയാണ്, പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ്, എത്ര ടൈപ്പ് സ്പ്രേ ഗണ്ണുകളുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പെയിൻറ്റ് സ്പ്രേ ഗണ്ണുകളും മറ്റു കാര്യങ്ങളൊക്കെ, അതായത് ഇതുമായിട്ട് ഉപയോഗിക്കുന്ന പെയിൻറ്റിങ്ങുമായിട്ട് വന്നിട്ടുള്ള ടൂൾസും എക്യുപ്മെൻറ്റ്സും ആണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങളൊരു കേൾക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് VOC എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. വോളറ്റൈൽ ഓർഗാനിക് കമ്പോണൻസ് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഇതിൽ വരുന്നതിൽ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനുണ്ട്. അതായത് നമ്മൾ എത്ര മാർക്കിനാണ് ചോദ്യം ചോദിക്കുന്നത് എന്നനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഉത്തരങ്ങൾ എഴുതുന്നത്. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് 3 മാർക്കിൻ്റെ അത്ര എഴുതിയാൽ മതി. നിങ്ങൾക്ക് എത്ര അറിവുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അതിനെക്കുറിച്ച് പിക്ചർ വരക്കാൻ പറ്റും ഒന്നും അതിൽ ഇതല്ല, മാറ്റർ അല്ല. 3 മാർക്കിനാണെങ്കിൽ 3 മാർക്കിന്. 7 മാർക്കിനാണെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി എഴുത്തിൽ പിശുക്ക് കാണിക്കാനും പാടില്ല. നല്ല കൃത്യമായിട്ട് വൃത്തിയായിട്ട് പിക്ചർ വരക്കുക, അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുക, ടൈപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതുക, യൂസസ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കാം നമുക്ക്. 3 മാർക്കിൻ്റെ ചോദ്യമാണ് എത്ര ടൈപ്പ് പെയിൻറ്റുകൾ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് ടൈപ്പ് പെയിൻറ്റ്സ് ഉണ്ട്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അതെല്ലാം മെയിനായിട്ട് സോൾവെന്റ് ബോണും വാട്ടർ ബോണും. സോൾവെന്റ് ബോൺ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ പെയിൻറ്റ് അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ നോർമലി നമ്മൾ പെയിൻറ്റിൻ്റെ കൂടെ എന്തെങ്കിലും പാടും മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ എന്താണ് ഈ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്? അത് എന്തെങ്കിലും ടൈപ്പ് സോൾവെന്റ് ആണോ അല്ലെങ്കിൽ വെള്ളമാണോ? ഇത് രണ്ടും ആണ് മെയിൻ ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോൾവെന്റ് ബോണിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കെമിക്കൽ കണ്ടന്റ് വേറെ എന്തെങ്കിലും ഒരു കെമിക്കലായിട്ടുള്ള സബ്സ്റ്റൻസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വോളറ്റൈൽ ഓർഗാനിക് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, അതായത് ഇത് എത്രമാത്രം നമ്മൾ അന്തരീക്ഷത്തിനോ അല്ലെങ്കിൽ മനുഷ്യർക്കോ അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിന് പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഈ ഒരു കമ്പോണൻറ്റിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് നമ്മൾ ഈ വോളറ്റൈൽ ഓർഗാനിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വോളറ്റൈൽ ഓർഗാനിക് നല്ല ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് വരുന്ന സാധനങ്ങളുണ്ട്, കുറഞ്ഞ ഇമ്പാക്റ്റുകൾ വരുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ആ ഇമ്പാക്റ്റുകളൊക്കെ നമ്മൾ ഒരു കാറ്റഗറൈസ് ചെയ്താണ് VOC, വോളറ്റൈൽ ഓർഗാനിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിലൊക്കെ വാട്ടർ ബോണിൽ പറയുന്നത് വെള്ളം നമ്മൾ ചേർക്കുകയാണ്. വെള്ളം ചേർക്കുക എന്ന് പറയുമ്പോൾ വെള്ളം, അതായത് എല്ലാ പെയിൻറ്റിലേക്കും വെള്ളം മിക്സ് ചെയ്യാൻ പറ്റുന്നതല്ല ഉദ്ദേശിച്ച്. വെള്ളം മിക്സ് ചെയ്താൽ കുഴപ്പമില്ലാത്ത പെയിൻറ്റുകൾ ഉണ്ടല്ലോ അതിൽ. അപ്പോൾ അതിനൊക്കെ പറഞ്ഞാൽ ലോവർ VOC ആണ്. ഇതിലേക്കാണല്ലോ ലോവർ VOC, അതായത് അതിൻ്റെ വോളറ്റൈൽ ഓർഗാനിക് കമ്പോണൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ കുറവാണ്, വെള്ളമല്ലേ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സോൾവെന്റ് ബോണും വാട്ടർ ബോണും. അടുത്ത ചോദ്യമാണ് പ്രൈമർ, ബേസ് കോട്ട്, ക്ലിയർ കോട്ട്. ഇത് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇത് തന്നെ 7 മാർക്കിന് ചോദിക്കാം. 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ
അതിൻ്റെ പേരും ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനും മതി. ഓക്കെ, പ്രൈമർ പറഞ്ഞാൽ എന്താണ്? നമ്മൾ സർഫസിൽ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രൈമറാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ സ്റ്റീലിലോ അലുമിനിയത്തിലോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ കൊറോഷനൊക്കെ അതിൻ്റെ തുരുമ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടി നമ്മളൊരു കാപ്പി കളറുള്ള ഒരു പെയിൻറ്റ്, പല കളറിലും ഉണ്ട്. എന്തായാലും നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈമറാണ് നമ്മൾ അടിക്കുക പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇത് പറയുന്നത് പ്രൈമർ എന്ന് പറയുന്നത്. പിന്നെ ബേസ് കോട്ട്. ബേസ് കോട്ട് എന്ന് പറയുന്നത് ഇവനാണ് ഏത് കളർ കൊടുക്കുന്നത് പെയിൻറ്റിന്. അതായത് ഈ ബേസ് കോട്ട് മാറുന്നതിനനുസരിച്ചാണ് കളർ മാറുന്നത്. പിന്നെ ഉള്ളതാണ് ക്ലിയർ കോട്ട്. ക്ലിയർ കോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബേസ് കോട്ടിൽ കളർ കൊടുത്തു. പിന്നെ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കഴിവോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അതിന് വേണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ കുറച്ചും കൂടി UV റേസിനെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്ക്രാച്ച് പ്രൂഫ് ആക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസിനായിട്ട് റിയാക്ട് ചെയ്യരുത്, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഗ്ലേസിങ്ങോ കാര്യങ്ങൾ എന്തെങ്കിലും വേണം. അങ്ങനെ എന്തെങ്കിലും ഒരു മെച്ചം നമുക്ക് കാണുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി നമ്മൾ അതിൻ്റെ പുറമെ ഏറ്റവും മുകളിൽ കൊടുക്കുന്നതാണ് ക്ലിയർ കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബേസ് കോട്ടിന് ഒരു പ്രൊട്ടക്ഷൻ. ഇത് നമ്മൾ എന്ത് 3 മാർക്കിനാണെങ്കിൽ എന്ത് ചെയ്യാം, അത് അത്രയും ചെറിയൊരു എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തതാണ് 4 ടൈപ്പ് ഫിനിഷ് ഓപ്ഷൻസ്. പെയിൻറ്റിലുള്ള 4 ടൈപ്പ് നമ്മൾ കേട്ട സാധനങ്ങൾ തന്നെയാണ്. സോളിഡ് പെയിൻറ്റിങ്, മെറ്റാലിക് പെയിൻറ്റിങ്, പേൾസൺ പെയിൻറ്റ്, ദെൻ മാറ്റ് ഫിനിഷ്. ഓക്കെ, അതായത് പെയിൻറ്റിൻ്റെ ടൈപ്പാണ് ഉദ്ദേശിച്ചത്. സോളിഡ് പെയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ കളർ, ഇപ്പോൾ ചുവപ്പാണെങ്കിൽ ചുവപ്പ് മാത്രം, കറുപ്പാണെങ്കിൽ കറുപ്പ് കളർ മാത്രം. ഈ ഒരു ആ ഒരു പെയിൻറ്റിന് അത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റ് സോളിഡ് കളർ, വേറെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മൾ സോളിഡ് പെയിൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെറ്റാലിക് പെയിൻ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു മെറ്റാലിക് ടച്ച് ഉണ്ടാവും. ഒരു പ്ലാസ്റ്റിക്കിൽ ഒരു മെറ്റാലിക് പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫൈബറിൽ അടിച്ചാലും കാണുമ്പോൾ നമുക്കൊരു മെറ്റലാണെന്നുള്ളൊരു ഫീൽ, ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്, കുറച്ചും പാടി ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. പിന്നെ പേൾസിൻ്റെ പറഞ്ഞാൽ എന്താണ്, അത് അതിൽ നമ്മൾ മൈക്ക ഫ്ലേക്സ് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. മൈക്ക ഫ്ലേക്സിൻ്റെ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി ഒരു റെയിൻബോ ലൈക്ക് ഒരു റെയിൻബോൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും. പല കളേഴ്സ്, ഇപ്പോൾ നമ്മൾ ലക്ഷറി കാറുകളൊക്കെ ചിലർ റീപെയിൻറ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചില്ലേ, അത് കാണുമ്പോൾ വെയിലത്ത് നിൽക്കുമ്പോൾ അതിങ്ങനെ വയലറ്റോ അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ ആ ഒരു കളറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. പല കളേഴ്സും മിക്സ് ചെയ്താന്ന് തോന്നും, പക്ഷേ ഒരു റെയിൻബോ എഫക്റ്റ് ഉണ്ടാവുന്ന ടൈപ്പ് പെയിൻറ്റിങ്ങിനാണ് നമ്മൾ പേൾസെൻ്റ് എന്ന് പറയുന്നത്. മാറ്റ് ഫിനിഷ് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു റോയൽ ലുക്ക് ഉണ്ടാവുന്ന ഒരു ടൈപ്പാണ്. ചില ആളുകൾക്ക് ഇഷ്ടമാണ്, ചില ആളുകൾക്ക് ഇഷ്ടമല്ല. എന്നാലും ഒട്ടും റിഫ്ലക്ഷൻ ഉണ്ടാവില്ല, ഒരു തരിതരി ഉണ്ടാവും, കൈമുഖ തൊടുമ്പോൾ ഒരു തരിതരിയൊക്കെ പോലെ ഉണ്ടാവാറുണ്ട്. അതാണ് മാറ്റ് ഫിനിഷ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പെയിൻറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ്, എക്യുപ്മെൻറ്റ്സ് അറിയാലോ. കുട്ടി നൈഫ്സ്, സാൻഡിങ് ബോക്സ്, മിക്സിംഗ് കപ്പ്, സ്റ്റിറേഴ്സ്. സ്റ്റിറേഴ്സ് പറഞ്ഞാൽ എന്താണ്? സ്റ്റിറേഴ്സ് പറഞ്ഞാൽ നമ്മൾ ഒരു കോലിങ് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ തലക്ക് ഇങ്ങനെ ഒരു കറങ്ങുന്ന സാധനം ഉണ്ടാവും. ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി, പെയിൻ്റൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പണ്ട് ആളുകൾ കോലിട്ട് കളക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ സാധാ ഡ്രില്ലിങ് മെഷീനിൻ്റെ ഇതിൽ ആ റോഡ് മാറ്റിയിട്ട് നേരെ ഈ ഒരു റോഡ് വെക്കും, നേരെ എന്ത് ചെയ്യും, സ്റ്റിർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. സ്പ്രേ ഗണ്ണും എയർ കംപ്രസേഴ്സ്. PPE ഒരു മാർക്കിന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. വാട്ട് ഈസ് PPE എന്ന് പറയുന്നത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പെയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാനല്ല, എന്ത് സാധനത്തിനാണെങ്കിലും നമ്മുടെ ശരീരത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം PPE എന്നുള്ളതാണ്. PPE കിറ്റ് മാത്രമുള്ളതല്ല. ഇപ്പോൾ അതിൽ ചില സാധനങ്ങളുണ്ട്. ഇപ്പോൾ എന്താണ് റെസ്പിറേറ്റേഴ്സ്, നമുക്കിങ്ങനെ ഈസി ആയിട്ട് ശ്വാസം വലിക്കാൻ പറ്റുന്ന, അത് എയറിനെ കുറച്ചുകൂടി പ്യൂരിഫൈ ചെയ്ത് കണ്ട് നമ്മൾ ഉള്ളിലേക്ക് എത്തിക്കുന്ന സാധനങ്ങളാണ് റെസ്പിറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. മാസ്ക് ഉണ്ട്, ഗ്ലൗസ്, പിന്നെ ഗോഗിൾസ്, കണ്ണട. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതെല്ലാം PPE കിറ്റിൽ വരുന്നത്. നമ്മളെ ഷൂകൾ, നല്ല ഷൂകൾ, ഇതൊക്കെ PPEയുടെ ഒരു പാർട്ട് തന്നെയാണ്, ഗ്ലൗസും കാര്യങ്ങളൊക്കെ. പിന്നെ മുഴുവനായിട്ടുള്ള നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബോഡിയിൽ ഉപയോഗിക്കുന്ന കിറ്റുകൾ, ബോഡി കിറ്റുകൾ, ഇതെല്ലാം PPEയിൽ വരുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ് പെയിൻറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് കോമ്പോസിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. കോമ്പോസിഷൻസ് എന്തൊക്കെയാണ്, അതിലുള്ള കമ്പോണൻസ് അല്ലെങ്കിൽ അതിലെ കോമ്പോസിഷൻസ്. മെയിനായിട്ട് 4 സാധനങ്ങളാണ് ഈ പെയിൻറ്റിൽ നമ്മൾ മിക്സ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൽ വരുന്നത്, ഓട്ടോമാറ്റിക് മിക്സ് ആയിട്ട് വരുന്നതൊക്കെ. ഒന്ന് പിഗ്മെൻറ്റ്സ് ആണ് ഇവർക്ക് യഥാർത്ഥ കളർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ കളർ കൊടുക്കുന്ന ആൾ പിഗ്മെൻ്റ് ആണ്. പിന്നെ റെസിൻസ് പറയുമ്പോൾ അവരാണ് ഈ പശ ഉണ്ടാക്കുന്ന, പശയാണ് അതിലുള്ള. റെസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈൻഡേഴ്സ്, അതായത് പശയാണ് എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു സർഫസിൽ അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കണം, അല്ല വെറുതെ ഒലിച്ചു പോരരുത്. നമ്മൾ ചുമരിലാണ്ട് അടിച്ചു കഴിഞ്ഞാൽ അതിനിങ്ങനെ ഫുള്ളാണ്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ താഴെത്താൻ പാടില്ല, അവിടെ ഒട്ടി നിൽക്കണം. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് റെസിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഗ്ലൂ ആയിട്ട് ആക്ട് ചെയ്യാണ്. സോൾവെൻറ്റ്, വാട്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യണം, പെയിൻറ്റിന് അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സോൾവെൻറ്റ്. അതേപോലെ അല്ലെങ്കിൽ വെള്ളം നമുക്ക് ഉപയോഗിക്കാം, സോൾവെൻറ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ VOC കമ്പോണൻറ്റ്, വോളറ്റൈൽ ഓർഗാനിക് കമ്പോണൻറ്റ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. ഓക്കെ, അഡിറ്റീവ്സ് എന്ന് പറയുമ്പോൾ
നോർമൽ നമുക്കിപ്പോൾ ഒരു പെയിന്റ് വാങ്ങിച്ചു വന്നു, അതിന് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഗുണം ആവശ്യമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങണം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഗുണം കിട്ടണം എന്ന് നമുക്കുണ്ടെങ്കിൽ, ഇപ്പോൾ യുവിനെ റെസിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കൊറോഷനെ റെസിസ്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രത്യേക ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ആളാണ് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പാടെ കൂടിയതാണ് എന്ത്, നമ്മൾ ഈ പറഞ്ഞ കോമ്പോസിഷൻസ്, പെയിന്റിലുള്ള കോമ്പോസിഷൻസ്. ക്ലിയർ ആണോ? പിഗ്മെന്റ്സ് ഉണ്ട്, റെസിൻസ് ഉണ്ട്, സോൾവെന്റ്സ് അല്ലെങ്കിൽ വാട്ടർ ഉണ്ട്, ദെൻ അഡിറ്റീവ്സ്. അപ്പോൾ ഇനി സ്പ്രേ പെയിന്റ് ബൂത്ത് നമുക്ക് ലാസ്റ്റ് ഒന്ന് പാടി നമുക്ക് സെറ്റാക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഒരു സ്പ്രേ പെയിന്റ് ബൂത്തിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എക്സോ സിസ്റ്റം വേണം, എയർ ഫ്ലോ സിസ്റ്റം, എയറിനെ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റ് വേണം, വർക്ക് ഏരിയ ഉണ്ടായിരിക്കണം, വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം, പിന്നെ സേഫ്റ്റി വേണ്ടിയിട്ടുള്ള കുറച്ച് BP കിറ്റ് കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കണം. ഓക്കെ, സ്പ്രേ പെയിന്റ് ബൂത്തിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇനി റീഫിനിഷിങ് പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, റീഫിനിഷിങ് പ്രോസസ്സ് വരുമ്പോൾ നമുക്ക് കാറ് ഒന്നുകൂടി റീഫിനിഷ് ചെയ്യാം, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് നമുക്കൊരു ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏതാണ് നമ്മൾ ഇപ്പോൾ ഒരു കാറിൻ്റെ ബോഡിയാണ് നമ്മളോട് റീഫിനിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന, അതിൻ്റെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അബ്രസീവ്സ്, നമ്മൾ സാധാ സാൻഡ് പേപ്പേഴ്സ്, അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ക്ലീനിങ് സോൾവെൻസ്, പൊടിയോ കാര്യങ്ങളോ അതിലൊക്കെ തട്ടാനോ അല്ലെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോൾവെൻസ്, മാസ്കിംഗ് മെറ്റീരിയൽ നമുക്കറിയില്ല, മാസ്കിംഗ് ടേപ്പ് ഒക്കെ അല്ലേ എല്ലായിടത്തും പെയിന്റ് പരക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒട്ടിക്കുന്ന സാധനം, ഇതൊക്കെ മാസ്കിംഗ് മെറ്റീരിയൽസ് ആണ്. ദെൻ ബോഡി ഫില്ലേഴ്സ്, ബോഡി ഫില്ലേഴ്സിന് നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പുട്ടിയിടുക എന്ന് പറയാറുണ്ട് അല്ലേ, ആ പുട്ടിയിടുന്ന സാധനമാണ് ഈ ബോഡി ഫില്ലേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ. ചെറിയ സ്ക്രാച്ചോ ചെറിയ ഡെൻറ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോഡി ഫില്ലേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പെയിന്റിങ്ങിൽ എന്താണ് നമ്മൾ ഫസ്റ്റ് പ്രൈമർ അടിക്കും, ബേസ് കോട്ട് അടിക്കും, പിന്നെ ക്ലിയർ കോട്ട് അടിക്കും, അഡിറ്റീവ്സ് ഉപയോഗിക്കും. ഇത് പെയിന്റിങ് നമ്മൾ ചെയ്യുന്ന നമ്മൾ പ്രൈമർ, ബേസ് കോട്ട് അടിക്കും, ക്ലിയർ കോട്ട്, അഡിറ്റീവ്സ്. ഇതെന്താണെന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു 7 മാർക്കിനുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. എന്താണ് ഒരു വെഹിക്കിൾ ബോഡിയുടെ റീഫിനിഷിങ് പ്രോസസ്സ് എങ്ങനെയാണ്, എന്താണുള്ളത്? അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, ഇതിൽ ഈ വെഹിക്കിൾ ബോഡി എന്ന് പറയുന്നത് ചിലപ്പോൾ പല രീതിയിൽ മാറാം. ചോദ്യങ്ങൾ ചിലപ്പോൾ വെഹിക്കിൾ ബോഡി എന്ന് പറയുന്നതിന് ഡോറാവാം, അല്ലെങ്കിൽ ഹുഡാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് ആവാം, എന്തും ആയിക്കോട്ടെ. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റീഫിനിഷിങ് പ്രോസസ്സ്, എന്താണ്, എങ്ങനെയാണ് അത് റീഫിനിഷ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതാം? എളുപ്പമാണ്. നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാണുക, അതായത് ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക, ആ ഒരു വണ്ടി വരുന്നതും അത് റെഡിയാക്കി തിരിച്ചു കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ തരാം, ബാക്കി നിങ്ങളുടെ ഒരു ഉചിതമായിട്ട് കോമൺ സെൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അപ്പോൾ ഇതൊന്ന് എന്ത് ചെയ്യാൻ മതി, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ധാരണ കിട്ടും. ഓക്കെ, ഫസ്റ്റ് എന്താണ്, ഏതൊക്കെയാണ് മെയിൻ സ്റ്റേജുകൾ വരുന്നത്? ഫസ്റ്റ് ഡാമേജ് അസസ്മെന്റ് ആൻഡ് പ്ലാനിങ്. നമ്മളൊരു വണ്ടി കൊണ്ടുപോയി ഒരു ഷോറൂമിൽ ഇട്ടു. ആദ്യം അവിടുത്തെ ഒരു സർവീസ് അഡ്വൈസർ വന്നു കാണാൻ വണ്ടി നോക്കുക അല്ലേ. സർവീസ് അഡ്വൈസർ വന്നിട്ട് എന്താ നോക്കുന്നത്? മൂപ്പര് ചെയ്യുന്ന പരിപാടിയാണ് ഡാമേജ് എത്രയാണ് എങ്ങനെയാണെന്നുള്ള അസസ് ചെയ്യും. അത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യും, എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ സ്ക്രാച്ചുകളുണ്ട്, എത്രത്തോളം ഇതുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, മൂപ്പര് ഒരു ചാർട്ട് ഉണ്ടാക്കും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ചെയ്യേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കൊണ്ടുകൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മെത്തേഡുകൾ മൂപ്പര് സെലക്ട് ചെയ്യും. എന്തൊക്കെയാണ് റിപ്പയർ മെത്തേഡുകൾ സെലക്ട് ചെയ്യും. ഇതാണ് രണ്ടാമത്തെ. ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യും, പിന്നെ മെത്തേഡുകൾ ഇതാക്കും, പിന്നെ ഒരു വർക്ക് പ്ലാൻ മൂപ്പര് ഉണ്ടാക്കും. അതായത് ഫസ്റ്റ് ഇത് ഇവിടെ പോകണം. ഇപ്പോൾ ഒരു വലിയൊരു ഡാമേജ് ആണെങ്കിൽ ഫസ്റ്റ് ദിവസം ഇന്ന ബോഡി ഷോപ്പിൽ, സെക്കൻഡ് ദിവസം പെയിന്റിങ്, തേർഡ് ദിവസം പോളിഷിങ്, അങ്ങനെ ആ ഒരു ഫ്ലോ ചാർട്ട് എന്നുള്ള രീതിയിൽ പോലെ പറഞ്ഞ പോലെ ഒരു വർക്ക് പ്ലാന് മൂപ്പര് ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആരുടെ അടുത്താ പോവാ, പിന്നെ ഇത് ചെയ്യുന്ന വർക്കറുടെ അടുത്താ പോകുന്നത്. അയാൾ ചെയ്യുന്ന പരിപാടി എന്താണ്, അയാളാണ് ഇതിൻ്റെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കുന്ന വ്യക്തി ആളാണ്. എന്താണ്, ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി സാൻഡ് പേപ്പറൊക്കെ വെച്ച് പിടിച്ച് സർഫസൊക്കെ ഒന്ന് ശരിയാക്കുന്ന പരിപാടിയൊക്കെയാണ് എന്തിൽ വരുന്നത്, ഈ പറഞ്ഞ പ്രിപ്പറേഷനിൽ വരുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, പെയിന്റ് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാസ്കിങ് ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഗ്ലാസിൻ്റെ മുകളിലൊക്കെ പത്രമൊക്കെ വെച്ച് ഒട്ടിക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ, അതെല്ലാം മാസ്കിങ് ചെയ്യാണ്. അതായത് മറ്റ് പെയിന്റുകളോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊന്നും ഇതിന് വന്ന് ഡാമേജ് ആയിരിക്കാനും അതേപോലെ സ്ക്രാച്ച് ആവാതിരിക്കാനും പെയിന്റ് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് മാസ്കിങ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോഡി റിപ്പയർ ചെയ്യാണ്. റിപ്പയർ ഉണ്ടെങ്കിൽ മൈനർ ആയിട്ടുള്ള റിപ്പയർ ആണെങ്കിൽ മൈനർ ആയിട്ടുള്ള ഡാമേജുകൾ ക്ലിയർ ചെയ്യുന്നു. മേജർ ആയിട്ടുള്ള റിപ്പയർ ഉണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള ഡാമേജുകൾ റിപ്പയർ ചെയ്യുന്നു.
അത് കഴിഞ്ഞിട്ട് എന്താണ് പ്രൈമർ. ഓക്കെ, പ്രൈമർ അടിക്കാണ്. പ്രൈമർ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈമർ ഉണങ്ങാൻ വേണ്ടി കാത്തുക്കുന്നു. ഉണങ്ങിയതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഉണങ്ങിയണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. പ്രൈമർ അടിച്ചതിന് ശേഷം പിന്നെ എടുക്കുക അടുത്ത് പോകുന്നത് പെയിൻറ്റിങ്ങിലേക്കാണ്. പെയിൻറ്റിങ്ങിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈമർ ഓൾറെഡി അടിച്ചു, ഇനി അടിക്കാനുള്ള എന്താണ് ബേസ് കോട്ടാണ്. ബേസ് കോട്ടാണ് നമ്മൾ കളർ കൊടുക്കുന്നത്. ബേസ് കോട്ട് അടിച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, സിമ്പിൾ ക്ലിയർ കോട്ട് അടിക്കുന്നു, ഈസി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ ടച്ചപ്പിൽ വരുന്നത്. ഫൈനൽ ടച്ചിൽ വരുന്നത് ആ മാസ്കിംഗ് ഒക്കെ ഒഴിവാക്കി ഒരു കംപ്ലീറ്റ് ആയിട്ട് തറോ ആയിട്ട് ഇൻസ്പെക്ട് ചെയ്ത്, വേണമെങ്കിൽ അവർ കസ്റ്റമർ ആവശ്യപ്പെടുകയാണെങ്കിൽ പോളിഷ് ചെയ്യണമെങ്കിൽ പോളിഷ് ചെയ്ത്, അപ്പോൾ അതിനൊക്കെ അതൊക്കെ ഇതിൽ വരുന്നത് ക്വാളിറ്റി കൺട്രോളും അല്ലെങ്കിൽ ഫൈനൽ ടച്ചസിലാണ് അതൊക്കെ വരുന്നത്. ദെൻ ഡെലിവറി ചെയ്യുന്നു. കഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി അവർക്ക് ആരാണോ അതിൻ്റെ ഉടമസ്ഥർ അവർക്ക് വണ്ടി കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുക, അത് കൃത്യമായിട്ട് എന്താ പറയുക മാർക്ക് കിട്ടുന്ന രീതിയിൽ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അല്ലാതെ ഇത് ഇതേപോലെ കോപ്പി അടിച്ചിട്ട് ഇതേപോലെ കാണാതെ പഠിച്ച് പോലല്ല വേണ്ടത്. നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നു. ഇനി അടുത്തതാണ് സ്പ്രേ ഗണ്ണ്. ഓക്കെ, സ്പ്രേ പെയിൻറ് ഗണ്ണ് പറയാറുണ്ട്, അല്ലെങ്കിൽ പെയിൻറ് സ്പ്രേ ഗണ്ണ് എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സ്പ്രേ പെയിൻറ് ഗൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു 6 കാറ്റഗറിയിൽ വിട്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ പെയിൻറ് നമ്മൾ എന്ത് ചെയ്യുന്നു, പെയിൻറ് സപ്ലൈ വേണം. ദെൻ എയർ പ്രഷർ കൺട്രോൾ, എയർ സപ്ലൈ വേണം. അതേപോലെ പെയിൻറ്റും എയറും തമ്മിൽ മിക്സ് ചെയ്യണം, അത് ആറ്റമൈസ് ചെയ്യണം. ആറ്റമൈസ് ചെയ്യണമെങ്കിൽ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് കൊടുക്കുക. പിന്നെ ഏതാണോ അതിൻ്റെ പാറ്റേൺ അത് സെലക്ട് ചെയ്യുക, അതായത് നമുക്ക് വേണ്ട പാറ്റേണിൽ തന്നെ ആയിരിക്കണം. പിന്നെ അതിന് വേണ്ടിയുള്ള ട്രിഗേഴ്സ് ഉണ്ട്, ട്രിഗർ നോക്കണം. പിന്നെ നീഡിൽ വാൽവ്, എയറിൻ്റെ ഫ്ലോയിനെയും അതുപോലെ പെയിൻറ്റിൻ്റെ ഫ്ലോ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള നീഡിൽ വാൽവ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ഇതൊക്കെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. സ്പ്രേ പെയിൻറ് ഗണ്ണിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 3 ചോദ്യങ്ങൾ നമുക്ക് അതിൽ 7 മാർക്കിന് ചോദിക്കാം. ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, എന്താണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. പിന്നുള്ളത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ. സ്പ്രേ പെയിൻറ് ഗണ്ണിൻ്റെ ചിത്രം വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അതിൻ്റെ എല്ലാത്തിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് എഴുതലാണ്. ഇതൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വർക്കിംഗ് പ്രിൻസിപ്പിൾ അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പെയിൻറ് സ്പ്രേ ഗണ്ണ് അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ് ഗണ്ണിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ്, എയർ വരുന്ന ഭാഗമുണ്ട്. ദെൻ എയർ അതിനെ കൺട്രോൾ ചെയ്യുന്ന എയർ അഡ്ജസ്റ്റിംഗ് നോബ് ഉണ്ട്. ഇതിൻ്റെ ട്രിഗേഴ്സ് ഉണ്ട്, നമ്മൾ പിടിക്കുന്ന ട്രിഗേഴ്സ് ഉണ്ട്. പിന്നെ സ്പ്രേ, അതായത് ഫ്ലൂയിഡ് നിപ്പിൾ എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ പെയിൻറ്റിൻ്റെ ചെറിയ ക്യാന് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എയർ ക്യാപ്പ് ഉണ്ട്, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, എഴുതുക, ഈ ചിത്രം വരയ്ക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊന്നും കൃത്യമായിട്ട് വരച്ചില്ലെങ്കിൽ പോലും ഇത് കാണുമ്പോൾ ഇതിന് പുറമെയുള്ള ഭാഗങ്ങൾ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതാം. ഫ്ലൂയിഡ് ഇൻലെറ്റ് എവിടെയാണ്, എന്താണ് ഈ ഫ്ലൂയിഡ് ഇൻലെറ്റ് എന്ന് പറയാൻ കാരണം എന്താണ്, ഇതിന് നമ്മൾ പെയിൻറ് ഇൻലെറ്റ് എന്നല്ലല്ലോ പറയുന്നത്, ഫ്ലൂയിഡ് ഇൻലെറ്റ് എന്നല്ല. കാരണം ഇത് പെയിൻറ് മാത്രമല്ല, ഇപ്പോൾ ബേസ് കോട്ട് ആയിക്കോട്ടെ, ക്ലിയർ കോട്ട് ആയിക്കോട്ടെ, പ്രൈമർ ആയിക്കോട്ടെ, എന്ത് ആക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പെയിൻറ് സ്പ്രേ കണ്ട് നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഫ്ലൂയിഡ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പാർട്സുകളാണ് ഈ കൊടുത്തുള്ളത്, ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇതിൽ വരുന്ന അടുത്തൊരു ചോദ്യമാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫീഡ് സിസ്റ്റംസ്. അതായത് എങ്ങനെയാണ് ഇതിൽ പെയിൻറ്റ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് പെയിൻറ്റ് വരുന്നതിനുള്ളതനുസരിച്ച് ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പേരുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഫസ്റ്റ് വൺ ഗ്രാവിറ്റി ഫീഡ്. ഗ്രാവിറ്റി, ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് ഇതായിരുന്നു. അതായത് നമ്മൾ പഴയ കാലത്തുണ്ടായിരുന്നതാണ്. ഗണ്ണിൻ്റെ നേരെ മുകളിൽ ഒരു ചെറിയൊരു ബോട്ടിൽ, ഒരു പെയിൻറ്റ് ബോട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിന് ഗ്രാവിറ്റി കൊണ്ട് നേരെ പെയിൻറ്റ് താഴത്തേക്ക് ഇറങ്ങുന്നു, അത് നേരെ എയറുമായിട്ട് മിക്സ് ചെയ്ത് ആറ്റമൈസ് ചെയ്ത് പെയിൻറ്റ് അടിക്കുന്നു. സിമ്പിൾ. പക്ഷെ പ്രശ്നം എന്താ, നമുക്ക് ചെരിച്ചോ മറിച്ചൊന്നും പിടിക്കാനൊന്നും പറ്റില്ല. പ്രഷർ ഫീഡ് ആണെങ്കിലോ, പ്രഷർ ഫീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പെയിൻറ്റും എയറും ഒക്കെ നമ്മൾ എക്സ്ട്രാ ഫോഴ്സ് വെച്ചിട്ട് പ്രഷറൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫീഡ് ചെയ്യുന്നത്. സൈഫൺ ഫീഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാറിൻ്റെ കാർ വാഷ് കണ്ടു ശ്രദ്ധിച്ചിട്ടില്ലേ, അതായത് ആ ഗണ്ണിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് സോപ്പ് വാട്ടർ വെക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്.
അപ്പോൾ ഇത് നമ്മൾ വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബെർണോളിസ് തിയറം പ്രകാരം നമുക്ക് വെലോസിറ്റി കൂടുമ്പോൾ അവിടെ പ്രഷർ കുറയും. അപ്പോൾ ഈ പ്രഷർ കുറയുന്ന വാക്വം പ്രഷർ ഉണ്ടാകുന്ന സമയത്ത് താഴത്തുനിന്ന് വലിക്കും. ആ സെയിം പ്രിൻസിപ്പിൾ. അതായത് ഗണ്ണിൻ്റെ താഴെയാണ് നമ്മൾ പെയിൻറ്റ് വെക്കുന്നത്. അപ്പോൾ എയർ ഇങ്ങനെ പോയിട്ട് എയർ സ്പീഡിലാണ് പോകുന്ന സമയത്ത് നമ്മൾ ട്രിഗർ വലിക്കുമ്പോൾ എയർ സ്പീഡ് പോകുമ്പോൾ അവിടെ ഒരു വാക്വം പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ താഴെയുള്ള കണ്ടെയ്നറിന് എന്ത് ചെയ്യുന്നു, പെയിൻറ്റിനെ മുകളിലേക്ക് വലിക്കും. അതാണ് സൈഫൺ ഫീഡ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ എയർലെസ് സിസ്റ്റം. എയർലെസ് പറയുന്നത് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി പോഷ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് മെത്തേഡാണ്. അത് എയറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് സാധാരണ ആറ്റമൈസ് ചെയ്യുന്നത്. അതല്ലാതെ തന്നെ പെയിൻറ്റിനെ ഡയറക്റ്റ്ലി പ്രഷറൈസ് ചെയ്ത് പെയിൻറ്റിനെ ആറ്റമൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് എയർലെസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഹൈഡ്രോളിക് പ്രഷർ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനിയുള്ള ഒരു സംഭവമാണ് നമ്മുടെ എയർ ബ്രഷ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ സെയിം പർപ്പസ് ആണ്, പക്ഷേ ഐ മീൻ പെയിൻറ്റ് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ വേറൊരു ആവശ്യമാണ്. അതായത് നമുക്ക് ചെറിയ ടച്ചപ്പുകൾക്ക്, പേര് എഴുതാൻ അല്ലെങ്കിൽ ഡിസൈൻ വർക്കുകൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന, കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് എയർ ബ്രഷ് എന്ന് പറയുന്നത്. സെയിം പോലെ തന്നെ പെയിൻറ്റ് ഉണ്ട്, എയർ വരും, ഇത് മിക്സ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ച 3 കാര്യങ്ങൾ, അതായത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എയർ ബ്രഷ് ചോദിക്കാം, കൺസ്ട്രക്ഷൻ ഓഫ് എയർ ബ്രഷ് ചോദിക്കാം, പിന്നെ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫീഡ് സിസ്റ്റം, എയർ ബ്രഷിൻ്റെ ഫീഡ് സിസ്റ്റവും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണുള്ളത്? ഒരു നോസിൽ ക്യാപ്പ് ഉണ്ട്, നമ്മളെ പെയിൻറ്റ് വെക്കുന്ന ഫ്ലൂയിഡ് കപ്പ് ഉണ്ട്, ലിഡ് ഉണ്ട്, ട്രിഗർ ഉണ്ട്, ഈ സ്റ്റെം ഉണ്ട്, സ്റ്റെമ്മിൻ്റെ അടിയിലാണ് നമ്മൾ എയർ പിടിക്കുന്നത്, പിന്നെ ഹാൻഡിലുണ്ട്, നമുക്ക് പിടിക്കുന്ന സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതിൻ്റെ ലിഡ് എന്താണ്, ചെറിയ ഐ മീൻ കപ്പ് എന്താ ചെറിയ കപ്പാക്കാൻ കാരണം എന്താണ്, നമ്മൾ ചെറിയ പർപ്പസുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ചെറിയ വർക്കുകൾക്കൊക്കെ, ഈ ആർട്ട് വർക്കും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിന് ചെറിയ കുറച്ച് പെയിൻറ്റുകൾ മതി. ഇതിൻ്റെ കീ കമ്പോണൻസ് എന്ന് പറഞ്ഞതാണ്, എയർ വരുന്ന സാധനങ്ങളുണ്ട്, എയർ ബ്രഷിൻ്റെ പാർട്സുകൾ, അതായത് ബോഡി, നോസിൽ, നീഡിൽ, ട്രിഗർ, ഇതൊക്കെ അതിൻ്റെ പാർട്സുകളാണ്. പിന്നെ പെയിൻറ്റ് വെക്കുന്ന പെയിൻറ്റുകൾ, പെയിൻറ്റിൻ്റെ ചെറിയ കപ്പുകൾ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സാധനം തന്നെ, വ്യത്യാസമില്ല. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ നോക്കണം. ഡിഫറെൻറ്റ് ടൈപ്സിൽ ഈ ഫിഗർ നോക്കി അറിയാൻ പറ്റും. ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ക്ലാസിഫിക്കേഷൻ ആട്ടോ, വ്യത്യാസമൊന്നുമില്ല, അതിൻ്റെ ഫിഗർ മാത്രമേ മാറുള്ളൂ. ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റം. ഗ്രാവിറ്റി ഫീഡ് സിസ്റ്റത്തിൽ പെയിൻറ്റ് നേരെ മുകളിൽ വെക്കുന്നു, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് താഴത്തേക്ക് ഇറങ്ങുന്നു, മിക്സ് ചെയ്ത് പോകുന്നു. പിന്നെ എയർ ബ്രഷിൽ സൈഫൺ ഫീഡ് സിസ്റ്റം ഉണ്ടാവും. മുന്നിൽ ചെറിയൊരു കപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയൊരു കണ്ടെയ്നറിലാണ് പെയിൻറ്റ് വരുന്നത്, അത് നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. പ്രഷർ ഫീഡ് സിസ്റ്റം ഡബിൾ ആക്ഷൻ. പ്രഷർ ഫീഡ് സിസ്റ്റത്തിൽ പെയിൻറ്റ് എന്ത് ചെയ്യാണ്, പ്രഷറായിട്ടാണ് പെയിൻറ്റ് നമുക്ക് ഇതിലേക്ക് കൊടുക്കുന്നത്. എക്സ്ട്രാ ഹൈഡ്രോളിക് ഫോഴ്സ് ഒക്കെ വെച്ച് കണ്ടുള്ള സംഭവം. ഡബിൾ ആക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രോൾസ് ഉണ്ടാവും. നമ്മുടെ എയറിന് വേണ്ടിയിട്ടും പെയിൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഇതിലുള്ള ഒരു ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്രേ പെയിൻറ്റ് ബൂത്തുകളാണ്. അത് എങ്ങനെയാണ് എയറിൻ്റെ സർക്കുലേഷൻ നടക്കുന്നത് അനുസരിച്ചിട്ടുള്ളതാണ് വരുന്നത്. കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും കുറച്ചുകൂടി ഉപയോഗപ്പെടുത്താൻ എളുപ്പമുണ്ടാവുക. എന്നാലും എന്തെങ്കിലും ജസ്റ്റ് അതിൻ്റെ പേര് പറഞ്ഞു പോകാം. ഡൗൺ ഡ്രാഫ്റ്റ്, അത് എങ്ങനെ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ടായിരുന്നു, മുകളിൽ കൂടി എയർ വന്നിട്ട് താഴത്ത് കൂടി ഇങ്ങനെ പോകുന്നതിനാണ് നമ്മൾ ഡൗൺ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ക്രോസ് ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നേരെ ഇവിടുന്ന് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ വന്ന് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, പ്രോസ് എന്താണ്, കോൺസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. റീസർക്കുലേറ്റിംഗ് എയർ, അവിടുത്തെ എയറിനെ തന്നെ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് വീണ്ടും അതിനുള്ളിലേക്ക് തന്നെ വരുന്നു. ഓക്കെ, ഫിൽറ്റർ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൈഡ് ഡ്രാഫ്റ്റ് ഉണ്ട്. സൈഡ് ഡ്രാഫ്റ്റ് ഈ പറഞ്ഞ പോലെ സൈഡിൽ നിന്നും കാര്യങ്ങളൊക്കെ വരുന്നു, ഫിൽറ്റർ ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഓപ്പൺ ഫേസ്, കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് വരുന്നത്, 4th മൊഡ്യൂളിൽ വരുന്നത്. പിന്നെ റസ്റ്റ് റിപ്പയർ ചെയ്യുന്ന പ്രോസസ്സുകൾ, നമ്മൾ തുരുമ്പ് പിടിച്ചാൽ നമ്മളെങ്ങനെയാണ് ക്ലീൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ, അതായത് സാൻഡിങ്, പ്രൈമിങ്ങും അതേപോലെ സ്പോട്ട് റിപ്പയർ, പെയിൻറ്റിങ്, ഇതെല്ലാം വരുന്നത് ഈ റസ്റ്റ് റിപ്പയറിലാണ്. അപ്പോൾ ഇതാണ് 4ാമത്തെ മൊഡ്യൂള്. വെഹിക്കിൾ ബോഡി എഞ്ചിനീയറിങ്, അതായത് VB എന്ന് പറയുന്ന വിഷയം കുറച്ചധികം കത്തിയാണ്. അപ്പോൾ എക്സാമിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ചെറിയ ചോദ്യങ്ങൾക്ക് ഒരുപാട് വാരി വലിച്ച് എഴുതിയിട്ട് ലാസ്റ്റ് 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്യാൻ സമയമില്ലാത്തൊരവസ്ഥ വരരുത്. ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു മെത്തേഡ് എന്നുള്ളത്, ആദ്യം C പാർട്ടിലെ 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുക,
പിന്നീട് ബി പാർട്ടിലേക്ക് പോവുക, പിന്നീട് എ പാർട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഇനിയിപ്പോൾ സമയം തികയാതെ വരികയാണെങ്കിൽ പോലും 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സമയം ചിലവ് എന്താ പറയുക അത്രക്കുള്ളതൊക്കെ നിങ്ങൾക്ക് മിസ്സാവുള്ളൂ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ. അതുപോലെ നിങ്ങൾ എഴുതുമ്പോൾ മാക്സിമം പോയിൻ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾ എഴുതുന്ന ഒരുപാട് വാരി വലിച്ച് എഴുതിയാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ആൻസർ ഷീറ്റ് നോക്കുന്ന അധ്യാപകന് ആ ഉത്തരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അവിടെയാണ് കാര്യമുള്ളത്. അല്ല നിങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ പോയിന്റ് ഉണ്ട് എന്നുള്ളതല്ല. ആ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും നിങ്ങൾക്ക് മാർക്ക് കിട്ടാനും മൂപ്പർക്ക് സാധിക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മൾ കുറേ വാരി വലിച്ച് എഴുതുന്നതിലല്ല കാര്യമുള്ളത്. അതേപോലെ ഇപ്പോൾ 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്കും 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്കും എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ചോദ്യങ്ങൾ, എന്താണ് അതിൻ്റെ രീതി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എഴുതി തുടങ്ങുക. പരമാവധി ചോദ്യങ്ങൾ ഒരു 2 or 3 വട്ടം വായിച്ചതിന് ശേഷം മാത്രം ഉത്തരം എഴുതി തുടങ്ങുക. ഓക്കെ, അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.